നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്ന കർത്താവേ, അതേ കർത്താവേ, അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് റിസീവ് ചെയ്യണം. ഞങ്ങൾ കർത്താവേ, ആ ബദനയിലെ മറിയത്തെ പോലെ കർത്താവേ, അവിടുത്തെ കാൽക്കലോട് ചേർന്നിരിക്കട്ടെ, കാലുകളോട് ചേർന്നിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ പാദപീഠത്തെങ്കിലല്ലാതെ കർത്താവേ, ഞങ്ങൾക്ക് എവിടെയുണ്ട് അഭയസ്ഥാനം? ഞങ്ങൾക്ക് വേണ്ടി പാടുകളേറ്റ കർത്താവെ, ആ പാണികളെ കർത്താവെ ഞങ്ങൾ മുത്തം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്തല ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയാട്ടെ, അവിടുത്തെ സ്നേഹത്തല ഞങ്ങളെ നിറച്ചാട്ടെ. നന്ദി യേശുവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട്ട് സ്തുതിക്കുന്നില്ല യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ മാസങ്ങളായിട്ട് വെളിപാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. 5-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. വെളിപാട് പുസ്തകത്തിൻ്റെ നമ്മൾ സാധാരണ പെട്ടെന്നൊരു സംക്ഷിപ്തം പറയുന്നത് എല്ലാവർക്കും അതൊരു പെട്ടെന്നൊരു ക്വിക്ക് റിവിഷൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനങ്ങ് ഒത്തിരി നീട്ടാതെ അങ്ങ് പറയുവാണെങ്കിൽ നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ നാട് കടത്തപ്പെടുന്നതും അദ്ദേഹത്തിന് അവിടെ കർത്താവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നു, യേശുവിൻ്റെ ദർശനം കാണുന്നു. യേശു 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിലായിരിക്കുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മളവിടെ വെളിപാട് 1:13 ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ലാംപ് സ്റ്റാൻഡ്സ് ഐ സോ വൺ ലൈക്ക് ദി സൺ ഓഫ് മാൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നത്. 7 പൊൻനിലവിളക്കുകൾ, ഈ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് ആ കർത്താവിനെ കാണുന്നതൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പൊൻനിലവിളക്കുകൾ അത് സഭകളാണ്, 7 സഭകളെ സൂചിപ്പിക്കുന്ന കാര്യമാണെന്നൊക്കെ വെളിപാട് 1:20 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സഭയുടെ മധ്യത്തിലുള്ള കർത്താവ്, സഭയുടെ മധ്യത്തിൽ അവിടെ അവിടാണ് കർത്താവിൻ്റെ സഞ്ചാരം, അവിടാണ് കർത്താവിൻ്റെ സ്ഥാനം. സഭകളുടെ മധ്യത്തിൽ പലരും പറയും, അയ്യോ, എനിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആര് പറഞ്ഞു, the shepherd is with the sheep, so you go with the sheep and then you will be able to find the shepherd and know him deep എന്ന് പറഞ്ഞതുപോലെ, അതായത് ഇടയൻ ആടുകളോടുകൂടെയാണ് ഉള്ളത്. അപ്പം ശരിയാണ്, നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിനെ തീർച്ചയായിട്ടും സീക്ക് ചെയ്യണം. എന്നാൽ ഒരുമിച്ച് നമ്മളായിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു അനുഗ്രഹമുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. അങ്ങനെ ഒരുമിച്ച് നമ്മളായിരിക്കുമ്പോൾ ഇടയനായ കർത്താവ് നമ്മളുടെ മധ്യത്തിലുണ്ട്. വെളിപാട് അപ്പോൾ ആ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ആ ഒരു വെളിപ്പാട് നമ്മളവിടെ കാണുന്നു. യോഹന്നാൻ മരിച്ചതിനെ പോലെ വീഴുന്നതും യോഹന്നാനെ കർത്താവ് തട്ടി എഴുന്നേൽപ്പിക്കുന്നതൊക്കെ, വലങ്കരം യോഹന്നാൻ്റെ മേൽ വെച്ച് പുനരുദ്ധാന ശക്തിയോടെ മരിച്ചവനായി വീണു. മരണം കഴിഞ്ഞാൽ എന്തുണ്ട്? പുനരുദ്ധാനമുണ്ട്. അപ്പം മരിച്ചവനായി വീണു, അവിടെ പുനരുദ്ധാന ശക്തിയോടെ കർത്താവിനെ വലങ്കരം തൻ്റെ മേൽ വെച്ച് വെളിപാട് 1:17 ഡു നോട്ട് ബി അഫ്രെയ്ഡ്, നീ ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ അധരങ്ങളിൽ കർത്താവിന് വചനം കൊടുത്ത് അവനോട് പ്രവചിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് കാണുന്നത്. ഇപ്പോൾ 2-3 അധ്യായങ്ങളിൽ അന്നത്തെ 7 സഭകളുടെ ആത്മീയ സ്ഥിതി, അത് ഇന്നും ഉള്ള ഏത് സഭയുടെയും ആത്മീയ സ്ഥിതി, അന്നത്തെ സഭകളുടെ അതിൻ്റെ പല പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പറയുന്നത് പോലെ നമ്മളുടെ ഓരോ സഭയുടെ ആത്മീയസ്ഥിതി, അതിലുള്ള ആ 7 സഭകളുടെ ആത്മീയസ്ഥിതിയുടെ ഏതെങ്കിലുമൊക്കെ പല വശങ്ങളിലൊക്കെ എല്ലാ സഭകളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും എന്നുള്ള കാര്യമാണ് നമ്മളതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ 4-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ കാണുന്നു. അങ്ങനെ അവിടെ സ്വർഗസിംഹാസനത്തിൽ പിതാവിനെ ആരാധിക്കുന്നത് 4-ാം അധ്യായത്തിലും പുത്രനെ ആരാധിക്കുന്ന 5-ാം അധ്യായത്തിലൊക്കെ കാണുന്നു. പുത്രൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം, ഭൂമിയുടെ ആധാരം എന്നവണ്ണമുള്ള ഒരു പുസ്തകം, ഭൂമിക്ക് മേലുള്ള ന്യായവിധിയെക്കുറിച്ചും ഭൂമിക്ക് മേലുള്ള ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പരാമർശിക്കുന്ന ആ പുസ്തകം, അത് യേശു കുഞ്ഞാടാകുന്ന കർത്താവ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതൊക്കെ നമ്മൾ വെളിപാട് 5:7 വായിക്കുന്നുണ്ട്. കർത്താവിന് മാത്രമേ ആ പുസ്തകം തുറക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് അതിൻ്റെ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ 6-ാം അധ്യായം മുതൽ കാണുന്നു. 6-ാം അധ്യായത്തിൽ 6 മുദ്രകളും പൊട്ടിക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഓരോ മുദ്രകളായിട്ട് പൊട്ടിക്കുമ്പോൾ ആദ്യം വ്യാജനായിട്ടുള്ള എതിർ ക്രിസ്തു, പിന്നെ 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ യുദ്ധം, പിന്നെ ക്ഷാമം, മരണം, മഹോപദ്രവം, കർത്താവിൻ്റെ 2ാമത്തെ വരവ്. 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 7ാമത്തെ മുദ്രയിലാണ് ഭൂമിക്ക് മേലുള്ള ന്യായവിധി. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് ശേഷമാണ്, സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഭൂമിക്ക് മേലുള്ള ന്യായവിധി. എന്ന മഹോപദ്രവം, സാത്താൻ്റെ ക്രോധം, ഇത് ക്രിസ്തുവിലൂടെ വ്യാപരിക്കുന്ന മഹോപദ്രവം കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പേ നടക്കുന്നു.
അവസാന കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷങ്ങൾ അത് നടക്കുന്നു. ആ മഹോപദ്രവം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വരവിന് ശേഷം ആണ് ഭൂമിക്ക് മേലുള്ള ന്യായവിധി. അവിടെ അതിനു മുമ്പേ സഭ എടുക്കപ്പെടുന്നു. ഭൂമിക്ക് മേലെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ദൈവത്തിൻ്റെ ക്രോധം തട്ടാതെ വേണം ദൈവം നമ്മളെ കാക്കുന്നു. എന്ന് സാത്താൻ്റെ ക്രോധം നമുക്ക് മേലെ ഉണ്ടായിരിക്കും, മഹോപദ്രവത്തിൻ്റെ സമയത്ത് സഭയ്ക്ക് മേലെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് പകർന്നൊഴിക്കുന്ന കാര്യം 8-ാം അധ്യായം മുതൽ കാണുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഭക്തരായ യഹൂദന്മാരെ, ഒരു ശേഷിപ്പുള്ള 144,000 പേരായിട്ടുള്ള യഹൂദന്മാരെ 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ അവരെ മുദ്രയിടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ 9-ാമത്തെ വാക്യം മുതൽ സഭ കർത്താവിനോട് ചേർക്കപ്പെടുന്ന കാര്യവും സഭ കർത്താവിനെ ആരാധിക്കുന്ന കാര്യമൊക്കെ സ്തുതിക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നു. എല്ലാ മഹത്വം കുഞ്ഞാടിന് കൊടുത്തുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്ന രംഗമൊക്കെ നമ്മൾ അവിടെ 7-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന കാര്യം നമ്മൾ കാണുന്നു. അവിടാണ് ആ 7-ാമത്തെ മുദ്രയിൽ 7 കാഹളങ്ങൾ, 7 ദൂതന്മാരത് ഊതുന്നു. ഓരോ കാഹളങ്ങളായിട്ട് ഊതുമ്പോഴും ഭൂമിക്ക് മേലുള്ള ന്യായവിധിയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് നടപ്പിലാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നത്. ആദ്യത്തെ 4 കാഹളങ്ങളെക്കുറിച്ച് നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. 5-6 കാഹളങ്ങളെക്കുറിച്ച് 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. പിന്നെ 7-ാമത്തെ കാഹളത്തിലാണ് കർത്താവിൻ്റെ രാജ്യത്വം സ്ഥാപിതമാകുന്നത്. അത് നമ്മൾ 11-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം മുതലാണ് വായിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ 10-ാം അധ്യായത്തിൽ ദൂതനൊരു തുറന്ന പുസ്തകം, ഈ മുദ്രയിടപ്പെട്ട പുസ്തകം ഇവിടെ തുറന്ന പുസ്തകമായിട്ട് കാണപ്പെടുന്നതും കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെയല്ല നിവൃത്തിയാകുന്ന ആ ദൂതൻ ആണയിടുന്നതൊക്കെ 10-ന്റെ 6-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അനന്തരം ആ പുസ്തകം ഭക്ഷിക്കാൻ യോഹന്നാനോട് പറയുന്നതും വീണ്ടും താൻ പ്രവചിക്കുന്ന കാര്യങ്ങളൊക്കെ 11-ാമത്തെ അധ്യായം മുതൽ വായിക്കുന്നു. 11-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 വാക്യങ്ങളിൽ നമ്മൾ ആ മഹോപദ്രവത്തിൻ്റെ സമയത്ത്, അതായത് കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ 3 വർഷക്കാലം കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ദൈവം ഉയർത്തുന്ന 2 മനുഷ്യരെക്കുറിച്ച് വായിക്കുന്നു. അവരുടെ ശുശ്രൂഷ മോശയുടെ ഏലിയാവിൻ്റെയൊക്കെ ശുശ്രൂഷയെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ശുശ്രൂഷയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അവരുടെ ശുശ്രൂഷ തീർന്നതിന് ശേഷം ക്രിസ്തു അവരെ കൊല്ലുന്നതും അവരുടെ ശവശരീരം ഡെഡ് ബോഡീസ് യെരുശലേം തെരുവീഥികളിൽ 3.5 ദിവസങ്ങൾ അവിടെ കിടക്കുന്ന കാര്യമൊക്കെ നമ്മൾ അത് വെളിപാട് 11-ന്റെ 9-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഭൂമിയിലുള്ളവരെല്ലാം അത് നോക്കുന്നു. 3.5 ദിവസം നോക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭൂമിയിലുള്ളവരെല്ലാം ഇന്ന് നോക്കണമെങ്കിൽ അത് ടെലിവിഷനിലും ഇൻ്റർനെറ്റിലുമൊക്കെ വ്യാപിക്കുമ്പോൾ ഭൂമിയിൽ ഏത് ഭാഗത്തുനിന്നും ആൾക്കാർക്ക് ആ ഡെഡ് ബോഡീസ് 3.5 ദിവസം അവിടെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. അതിനുശേഷമാണ് അവർ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, കം അപ്പ് ഹിയർ, അവിടെ ആ വെളിപാട് 11-ന്റെ 12 കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക എന്നുള്ളൊരു ശബ്ദം. അത് യോഹന്നാൻ 4-ന്റെ വെളിപാട് 4-ന്റെ 1 ഇവിടെ കയറി വരുവിൻ എന്നുള്ള ആ ശബ്ദം, കം അപ്പ് ഹിയർ, അതേ ഗ്രീക്ക് വാക്കുകൾ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും അതേ വാക്കുകൾ തന്നെ. ഇവിടെ കയറി വരുവിൻ എന്നുള്ള അതേ ശബ്ദം, ഇവിടെ കയറി വരുവിൻ എന്നുള്ള അതേ ശബ്ദം യോഹന്നാൻ കേട്ടതുപോലുള്ള ശബ്ദമാണ്. അതേ വേർഡിങ്സ് ആണ് ഇവിടെ ഈ 2 സാക്ഷികളും കേൾക്കുന്ന എന്നുള്ള കാര്യം നമ്മളവിടെ നമ്മൾ ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരുവിൻ എന്നുള്ള അതേ പദമാണ് നമ്മൾ വെളിപാട് 4-ന്റെ 1-ലും 11-ന്റെ 12-ലും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് കർത്താവിൻ്റെ രാജ്യത്വം സ്ഥാപിതമാകുന്നത്. കർത്താവ് ഭൂമിയിൽ തൻ്റെ സഹസ്രാബ്ദ വാഴ്ച, മില്ലേനിയൽ റെയിൻ, 1000 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ രാജാവായിട്ട് ഭരിക്കുന്നൊരു കാര്യം, അവിടെ കർത്താവിനോട് കൂടെ കഷ്ടം സഹിച്ചവർ വാഴും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. നമുക്ക് 2 തിമോത്തിയോസിലെ വാക്യം നമുക്കറിയാമല്ലോ, സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ കൂടെ വാഴും എന്ന് പറയുന്ന വാക്യം 2 തിമോത്തിയോസ് 2-ന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണെങ്കിൽ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, മലയാളത്തിൽ 11-ാമത്തെ വാക്യം തന്നെ, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇഫ് വി എൻഡ്യൂർ വി വിൽ ഓൾസോ റെയിൻ വിത്ത് ഹിം, ഇഫ് ഐ ഡിനൈ ഹിം, നമ്മൾ തള്ളിപ്പറയുവാണെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയുന്നുള്ള കാര്യമൊക്കെ കാണുന്നു. നമ്മൾ സഹിക്കുന്നുവെങ്കിൽ, ജഡത്തിലെ കഷ്ടം സഹിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത് തേജസ്സിൻ്റെ നിത്യഘനം, അത് അത്യന്താനവധിയായിട്ട് നമ്മുടെ ആത്മാവിൽ നിക്ഷേപിക്കപ്പെടുവാനിടയാകുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അത് 2 കൊരിന്ത്യർ 4-ന്റെ 17-ാമത്തെ വാക്യത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ സഹിക്കുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ സ്വന്തം ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ ഓരോ മേഖലയിലും അവിടെ നമുക്കൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചില അസൗകര്യങ്ങൾ കാണും, ചില കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാണും. അങ്ങനെ പല കാര്യങ്ങളിലും കർത്താവ് അവിടുന്ന് എന്താ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ചിലപ്പം നമുക്ക് ചിലരിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു. ചിലർ
യുനോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പം, സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടേക്ക് പരാതിയും പിറുപിറുപ്പും ഇല്ലാതെ അവിടെ ക്ഷമയോടെ താഴ്മയോടെ കർത്താവേ അവിടുന്ന് അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, ഇവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ആക്കി തീർക്കും, അവിടുന്ന് എല്ലാത്തിനും കൃപ തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ ഓരോ കാര്യത്തിലും നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ അങ്ങനെ നമ്മൾ ആ ജഡത്തിൽ ആ കഷ്ടം സഹിച്ച് ആത്മാവിലെ തേജസ്സിൻ്റെ നിത്യഘനം അധികമായിട്ട് നേടി, ജീവൻ്റെ സമൃദ്ധി അധികമായിട്ട് നേടി അങ്ങനെ ആ തേജസ്സാണ് അന്ന് കർത്താവ് വരുമ്പോൾ നമ്മളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഞായറാഴ്ചയും കേട്ടു. കൊളോസ്യർ 3:4 അത് ആ തേജസ്, അത് 1 Corinthians 15:41-42 വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും ജഗബേർ ആ വാക്യങ്ങളൊക്കെ വായിച്ചായിരുന്നു. യുനോ തേജസ് ഡിഫർ ചെയ്യും, അതായത് എല്ലാവർക്കും ഒരേ തേജസ് ആയിരിക്കത്തില്ല. നമ്മൾ എത്രമാത്രം നമ്മൾ സഹിക്കുന്നു, ജഡത്തിൽ കഷ്ടം ഏൽപ്പിക്കുന്നു, അതിനൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അന്ന് ആ തേജസ് അന്ന് അവിടെ വെളിപ്പെടുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഓരോ സമയത്തും കർത്താവിൻ്റെ മുമ്പാകെ ഒരു 0 ആയിട്ട് കർത്താവേ അവിടുത്തെ മുമ്പാകെ കർത്താവേ അവിടുത്തെ തേജസ് എന്നിൽ വന്ന് നിറയാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, എന്നെ തന്നെ വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നാം കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാണെങ്കിൽ അന്ന് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം. അതായത് നമ്മൾ വെളിപാട് 17-18 വാക്യങ്ങളിലൊക്കെ, വെളിപാട് 11-18 വാക്യത്തിലൊക്കെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറുവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമി നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള കാലവും വന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു മിലനിയൽ റെയിൻ തുടങ്ങുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിച്ച് അതിൻ്റെ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് പിന്നെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ഇസ്രായേലിലെ സന്തതിയായിട്ടുള്ള കർത്താവിനെ സാത്താൻ ഒടുക്കിക്കളയാൻ വേണ്ടി അവൻ അഹോരാത്രം പണിപ്പെട്ടിട്ട് ഒരു ചുക്ക് നടന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് വരുന്നതിൻ്റെ 3.5 വർഷക്കാലം മുമ്പ് സാത്താൻ ഈ ഭൂമിയിലേക്ക് തള്ളിയിടപ്പെടുന്നു. മിഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള മിഖായേലിലേക്ക് മേലെയുള്ളൊരു ദൂതനായിരുന്നു സാത്താൻ. ഒരു നാളിൽ ലൂസിഫർ എന്നുള്ള പേരിൽ നമ്മൾ അവനെ കുറിച്ച് അറിയുന്നു. അവൻ പ്രധാന ദൂതനായിരുന്ന സമയത്ത് മിഖായേലിൻ്റെ എല്ലാ ദൂതന്മാരുടെയും മേലായിരുന്നു, ദൈവം മാത്രമേ അവന് മേലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവന് സാത്താനായി തള്ളപ്പെട്ടതിന് ശേഷം മിഖായേലും ബാക്കിയുള്ള ദൂതന്മാരെല്ലാം കൂടെ ഈ സാത്താനെ പിടിച്ച് 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്ന കാര്യമൊക്കെ നമ്മളവിടെ വെളിപാട് 12:9 കാണുന്നുണ്ട്. അവൻ അണയാൻ പോകുന്ന തിരി ആളിക്കത്തു എന്ന് പറയുന്നത് പോലെ അവൻ വലിയ ക്രോധത്തോടെ ഇസ്രായേലിന് നേരെയും ദൈവമക്കൾക്ക് നേരെയൊക്കെ തിരിയുന്ന കാര്യമൊക്കെ പിന്നീടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ 13-ാം അധ്യായത്തിൽ അവിടെ 2 മൃഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ബീസ് നമ്പർ 1, ബീസ് നമ്പർ 2, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. അപ്പം സാത്താന് ഒരു തൃത്വം ഉണ്ടാക്കാൻ വേണ്ടി സാത്താന്, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ഇവർ 3 പേരും കൂടെ ഒരു ട്രിനിറ്റി ആയിട്ട്, ഒരു തൃത്വമായിട്ട് അവർ ഭൂമിയിലുള്ള സകല ഭൂവാസികളെ വഞ്ചിക്കാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടതുപോലെ സ്വർഗീയവാസികളായിരിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ തന്നെ നമ്മളുടെ പ്രാണനും ഉറപ്പിച്ച് അവിടെ ആയിരിക്കണം നമ്മൾ പ്രാണനെ ഉറപ്പിക്കേണ്ടത്. നമ്മുടെ ശരീരം ഇവിടെ സഞ്ചരിക്കുന്നുവെങ്കിലും പരിശുദ്ധാത്മാവാണ് നമ്മളുടെ ദേഹിയെ, നമ്മുടെ പ്രാണനെ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ പ്രാണനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ, നമ്മളുടെ വികാരങ്ങളെ, നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കണം. അതായത് ഇപ്പം ചിലർ എന്താണ് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചില പോലീസുകാരൊക്കെ അവർ ഈ വാക്കി ടോക്കി വെച്ച് കൊണ്ട് നടക്കും. അപ്പം അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ചെക്ക് ചെയ്യുന്നു, ഇവിടെ ചില വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നു, ചിലരെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു. അത് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് അല്ല അവരെ ചോദ്യം ചെയ്യേണ്ട, അതങ്ങ് വിട്ടേരെ എന്ന് പറയുമ്പോൾ അവർ അതുപോലെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള നിയന്ത്രണത്തിൽ നാം ആയിരിക്കണം എന്നുള്ളൊരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മളുടെ ദേഹി എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം ഭൂവാസികളായിട്ടുള്ളവരെയൊക്കെ, ഭൂമിയിൽ തന്നെ വസിക്കുന്നവരായിട്ടുള്ളവരെയൊക്കെ ഈ സാത്താനും എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ഒക്കെ വഞ്ചിക്കുന്നു. എന്നാൽ സ്വർഗീയവാസികളായിട്ടുള്ളവർക്കെതിരായിട്ടാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ കണ്ടത്. അവൻ those who dwell in heaven, സ്വർഗീയത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ 13:7 നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ അവന് അധികാരം ലഭിച്ച കാര്യമൊക്കെ 13:7 വാക്യത്തിൽ 6-7 വാക്യങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നു. അതിനുശേഷം എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 13 അവസാനത്തെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 666 എന്നുള്ള ആ ഒരു സംഖ്യയെക്കുറിച്ചും ആ മുദ്ര ഏൽക്കാത്തവരെ അവർക്ക് കൊടുക്കാനും വാങ്ങാനും കഴിയാത്ത വണ്ണമുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വഞ്ചനയുടെ കാലമൊക്കെ
അത് സഭ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നത്. അവിടെയും വിശുദ്ധന്മാർക്കെതിരെ അവൻ യുദ്ധം ചെയ്യുന്നു. ഇപ്പം വിശുദ്ധന്മാരൊക്കെ ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചറുകാർ പറയുന്നത് പോലെ വിശുദ്ധന്മാരൊക്കെ ഈ മഹോപദ്രവത്തിന് മുമ്പേ അങ്ങ് എടുക്കപ്പെടുവാണെങ്കിൽ പിന്നെ ഈ വെളിപാട് 13-ന്റെ 7 പറഞ്ഞിരിക്കുന്നത് പോലെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ വിശുദ്ധന്മാരെല്ലാം അങ്ങ് എടുക്കപ്പെടുവാണെങ്കിൽ പിന്നെ ആരോട് യുദ്ധം ചെയ്യുന്ന വെളിപാട് 13-ന്റെ 7 പറയുന്നത്. അപ്പം അതിനർത്ഥം വിശുദ്ധന്മാർ സഭയിലെ വിശ്വാസികളാണ് വിശുദ്ധന്മാർ. അവർ ഈ ഭൂമിയിൽ തന്നെ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ 14-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. 14-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു 144,000. അത് വെളിപാട് 7-ാം അധ്യായത്തിൽ 144,000 അല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അത് അവര് വെളിപാട് 7-ാം അധ്യായത്തിൽ 144,000 അത് യഹൂദന്മാരാണെങ്കിൽ ഇവിടെ വെളിപാട് 14-ാം അധ്യായത്തിൽ 144,000 പേരെന്ന് പറയുന്നത് അത് കർത്താവിനെ എപ്പോഴും പിൻപറ്റുന്നവരായിട്ടുള്ളവരാണ്. അവർ നിത്യതയിലും അവരുടെ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും കർത്താവിനെ പിൻപറ്റുന്നവരാണ്. അവർ പിതാവിൻ്റെയും പുത്രൻ്റെയൊക്കെ നാമം ധരിച്ചവരാണ്. ജയിക്കുന്നവർക്കാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം നെറ്റിമേൽ എഴുതി കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 3-12 ഫിലാദൽഫിയ സഭയോടുള്ള ആ ഒരു ദൂതിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവരാണ് ശരിക്കും ഈ 144,000 അതൊരു പ്രതീകാത്മകമായ ഒരു ചെറിയ സംഖ്യ. അത് ലിറ്ററലായിട്ട് 144,000 എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ വെളിപാട് പുസ്തകത്തിൽ മൊത്തം സിംബൽസ് ആണ്, സിംബോളിക് ലാംഗ്വേജിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം വെളിപാട് 12-ന്റെ 1 തന്നെ നമ്മളത് കാണുന്നുണ്ട്. ആ ഒരു സിഗ്നിഫൈഡ് എന്നുള്ളൊരു വാക്കൊക്കെ അവിടെ ഇംഗ്ലീഷിൽ KJV-യിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചു എന്ന് മലയാളത്തിൽ വെളിപാട് 1-ന്റെ പറയുന്ന പ്രദർശിപ്പിച്ചു എന്നുള്ള വാക്ക് അടയാളങ്ങൾ വഴി കാണിച്ചു എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഗ്രീക്ക് മീനിങ്. അപ്പോൾ ഈ വെളിപാട് പുസ്തകം മൊത്തം അടയാളങ്ങളാണെന്നുള്ള കാര്യം നമുക്കറിയാം. 7 സഭകൾ, അതുപോലെ തന്നെ 7 കാഹളങ്ങൾ, അങ്ങനെ പല അടയാളങ്ങൾ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ 144,000 എന്ന് പറയുമ്പോൾ അക്ഷരികമായിട്ടൊരു 144,000 ആയിരിക്കണമെന്നില്ല, ചെറിയൊരു സംഖ്യ. വെളിപാട് 7-ന്റെ 9 ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ളൊരു മൾട്ടിറ്റ്യൂഡ്, ഒരു പുരുഷാർത്ഥം, എണ്ണിക്കൂടാത്ത പുരുഷാർത്ഥത്തെ നമ്മൾ കാണും. ഒരു വെളിപാട് 14-ൽ എണ്ണാൻ പറ്റുന്ന ഒരു ചെറിയ സംഖ്യ. ഈ കൂടി ജനങ്ങൾ ജീവിച്ചു പോയ ഈ ഭൂമിയിൽ എണ്ണാൻ പറ്റുന്ന ഒരു ചെറിയ സംഖ്യ അവരാണ് കർത്താവിനോട് ഏറ്റവും വിശ്വസ്തരായിട്ടായിരുന്നത്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ കയ്യാലപ്പുറത്ത് തേങ്ങ മാതിരി അങ്ങ് കട്ടിച്ച് നിരങ്ങി പാസ്സാവണം എന്നുള്ളൊരു മിനിമം അജണ്ടയെ നമുക്കുണ്ടോ. അങ്ങനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വീണു പോകാനുള്ള സാധ്യത വളരെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കയ്യാലപ്പുറത്ത് തേങ്ങ മാതിരി നമുക്ക് ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് ഒരു മിനിമം അജണ്ടയെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാനുള്ളൊരു സാധ്യത, കയ്യാലപ്പുറത്ത് തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാം. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിന് അന്ത്യകാലത്തുള്ള പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ വീണു പോകാനുള്ള സാധ്യത വളരെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെങ്കിലും ഒരു കഷ്ടിച്ചുള്ള എന്തെങ്കിലും ഒരു മിനിമം ആയിട്ട് സഭയിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം, കഷ്ടിച്ച് എവിടെ എപ്പോഴെങ്കിലും ഒന്ന് ബൈബിൾ വായിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്കൊരു ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം, ലോകത്തിന്റെ കാര്യങ്ങളാണ് നമുക്ക് വലിയ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് തണുത്ത് എപ്പം വീണുപോയി എന്ന് ചോദിച്ചാൽ മതി. അതുപോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരും കാലങ്ങളിലൊക്കെ നമ്മളുടെ രാജ്യത്തിലും ലോകത്തെമ്പാടുമൊക്കെ നടക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ത്യകാലത്തിന്റെ സൂചനകളൊക്കെയാണ് ചുറ്റും നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൻ്റെയും കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ തീക്ഷ്ണതയിൽ, സഹവിശ്വാസികളുള്ള സ്നേഹത്തിന്റെ തീക്ഷ്ണതയിൽ ശത്രുക്കളെ പോലും സ്നേഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനും നമ്മൾ ആ വചനം സമ്പൂർണ്ണമായിട്ടും അനുസരിക്കാനുള്ള വലിയൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതുപോലെ വലിയൊരു ആവേശവും വലിയൊരു നിലവിളി നമ്മൾ കഴിഞ്ഞ ആഴ്ച അച്ഛകുഞ്ഞു ബ്രദറിൽ നിന്ന് കേട്ടതുപോലെ ആ ഒരു നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെ കുറിച്ചൊരു നിലവിളി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യന്ന് പൗലോസ് നിലവിളിച്ചതുപോലെ ചെറിയ പാപങ്ങൾ പോലും, ഉറുമ്പ് മാതിരിയുള്ള പാപങ്ങൾ പോലും ആന മാതിരിയുള്ള പാപങ്ങളായിട്ട് നമുക്ക് തോന്നും കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുത്ത് വരുന്തോറും. അങ്ങനെ ഒരു നിലവിളിയോടെ നാം കർത്താവിനെ അതുപോലെ കർത്താവിലേക്ക് ആയിരുന്നില്ലെങ്കിൽ, അതുപോലെ നമ്മുടെ കൂട്ടായ്മയും വചനധ്യാനവും അതുപോലെ നമ്മൾ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കർത്താവിൻ്റെ കാന്തയായിട്ട് അന്ന് കാണപ്പെടാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ കാന്തയാകുന്നത് ഏറ്റവും ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ളവർക്കുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റിവാർഡാണ് നമ്മൾ കർത്താവിൻ്റെ കാന്തയായിട്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന, സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകുന്ന വെളിപാട് 3:21 പറയുമ്പോൾ ഒരു കല്യാണത്തിന് മണവാളന്റെ കൂടെ, ബ്രൈഡ് ഗ്രൂമിന്റെ കൂടെ ആരെങ്കിലും ചെന്ന് അവിടെ സിംഹാസനത്തിൽ കയറി ഇരിക്കത്തില്ല, ബ്രൈഡിന് മാത്രമേ അവിടെ മണവാളിന്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ വരം നൽകുന്നത്
ജയിക്കുന്നവർക്കാണെന്നുള്ള കാര്യം അവിടെ വെളിപാട് 3:21 നമ്മൾ വായിക്കുന്നത്. ലവുദിക്യ സഭയാകുന്ന ഏറ്റവും മോശപ്പെട്ട സഭയോടാണ് ദൈവം അത്രയും വലിയൊരു പ്രോമിസ് കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരിക്കുവാണെങ്കിൽ പോലും നമ്മളെ ജയിക്കുവാനുള്ളൊരു ഒരു താല്പര്യത്തോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വീണ്ടും സമർപ്പിക്കുകയാണെങ്കിൽ, കർത്താവെ എനിക്ക് ജയിക്കണം, എനിക്ക് അങ്ങേ അനുസരിക്കണം, അങ്ങേ പോലെ ആയിത്തീരണം, എത്രയൊക്കെ വീഴ്ചകളോ താഴ്ചകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും അതിലൊന്നും നിരാശപ്പെട്ടു പോകാതെ, കർത്താവെ എനിക്ക് അങ്ങയെ മാത്രം എനിക്ക് പ്രസാദിപ്പിച്ചാൽ മതി, വേറെ ആരെന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നു, സുഹൃത്തുക്കളെന്ത് പറയുന്നു എന്നുള്ളതല്ല, കർത്താവെ എനിക്ക് അങ്ങേക്കായിട്ട് സമ്പൂർണ്ണമായിട്ടും ജീവിക്കണം എന്നുള്ളൊരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ കർത്താവ് നമുക്ക് തരുന്ന വെളിച്ചത്തിനൊത്തവണ്ണം നമ്മൾ വിശ്വസ്തരായിട്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന 144,000 പേരുടെ കൂട്ടത്തിൽ ഓട്ടം തികച്ചവരായിട്ട്, ആ സിയോൻ മലയുടെ 30% 60% കയറിയിട്ടുള്ളവരല്ല, മറിച്ച് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നല്ലപോർ പൊരുതി എന്ന 2 തിമോഥെയോസ് 4 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് പോലെ ജീവിതാന്ത്യത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ദൗത്യം കർത്താവ് നമ്മളിലും നമ്മളിലൂടെയും ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെയും നിവൃത്തിയായി നമുക്കവിടെ കർത്താവിൻ്റെ നമ്മൾ ചേർന്നിരിക്കുകയാണെങ്കിൽ അന്ന് അവിടെ 144,000 പേരുടെ കൂട്ടത്തിൽ നമ്മളവിടെ ഉണ്ടാകും. അവരുടെ ശബ്ദം കാന്തൻ്റെ ശബ്ദം പോലെയാണ് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ കൃപ നിറഞ്ഞതും എന്ന വലിയൊരു ഇടിമുഴക്കം പോലെ അത് ഗാംഭീര്യമുള്ളതും സത്യം നിറഞ്ഞതുമാണെന്നുള്ള കാര്യം, കൃപയും സത്യം നിറഞ്ഞവനായ കർത്താവിൻ്റെ ശബ്ദം പോലെ തന്നെയാണ് കാന്തയുടെ ശബ്ദം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 14:2 കണ്ടു. വെളിപാട് 1:15 കർത്താവിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് 1:10 കർത്താവിൻ്റെ ശബ്ദം കാഹളധ്വനി പോലെയാണെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയാണ് കാന്തയുടെ ശബ്ദവും. ആ ഒരു കൃപയുണ്ട്, സത്യമുണ്ട്. കൃപയോടുകൂടി സ്നേഹത്തോടെ കരുണയോടെ പറയേണ്ട സമയത്ത് അതുപോലെ പറയുന്ന കാർക്കശ്യത്തോടെ ഗാംഭീര്യത്തോടെ ചില കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ടും ചില കാര്യങ്ങളിലൊരു കർക്കശമായിട്ടുള്ള നിലപാടെടുക്കേണ്ട സമയത്ത് അവിടെ മനുഷ്യരെതിനെക്കുറിച്ച് എന്ത് വിചാരിക്കുകയോ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കാതെ കാർക്കശ്യത്തോടെ സ്ട്രിക്റ്റായിട്ട് ഒരു സർജൻ വളരെ ഷാർപ്പ് നൈഫ് ഉപയോഗിച്ച് ചില ട്യൂമർ കട്ട് ചെയ്ത് മാറ്റില്ലേ, ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന ട്യൂമറാണ് എന്ന് പറഞ്ഞ് സർജൻ്റെ കൈ പിടിക്കാൻ ചെന്നാൽ സർജറി നടക്കത്തില്ല എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മളുടെ വീട്ടിലാവട്ടെ സഭയിലാവട്ടെ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഇപ്പം ഒരു കുടുംബത്തിൻ്റെ തലവനെന്നോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തല എന്ന നിലയിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും അവർ ആ കുടുംബത്തെ ദൈവവഴി നടക്കാനുള്ള ആ ഒരു കാര്യത്തിനായിട്ട് ഒരു നിലപാടെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് മിനിമം കാര്യങ്ങളാണ്. അതിലും വലുതായിട്ടുള്ള വലിയ കാര്യങ്ങളുണ്ട്. മീറ്റിങ്ങിൻ്റെ കാര്യം ആവട്ടെ, ഇട ദിവസത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം ആവട്ടെ ഒക്കെ നമ്മൾ അങ്ങനെ അപ്പനമ്മമാരെന്ന നിലയിൽ നമ്മൾ അതിനുവേണ്ടി ഒരു സ്ട്രിക്ട്നെസ്, അല്ലാതെ മക്കളെ എപ്പോഴും നമ്മളങ്ങ് ജസ്റ്റിഫൈ ചെയ്ത് എപ്പോഴും അങ്ങനെ അംഗീകരിച്ച് അവരങ്ങനെ അവർക്ക് അത് തിരക്കാം, അവർക്ക് നാളെ പരീക്ഷ, അവർക്ക് ഇന്ന സെമിസ്റ്റർ എക്സാമായോ മറ്റേ സെമിസ്റ്റർ എക്സാമോ മറ്റേ ടെസ്റ്റ് പേപ്പറാ മറ്റേ ഡിക്റ്റേഷനാ എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ ന്യായീകരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു അഴകുഴമ്പൻ മനോഭാവമാണോ അതോ മറിച്ച് നമുക്ക് ആ ഒരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ ചിലപ്പം സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ ജഡത്തിൽ നിന്നുള്ളൊരു കോപത്തിൽ സംസാരിക്കുന്ന കാര്യമല്ല, മറിച്ച് ആത്മാവിൻ്റെ ആ ഒരു കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് അങ്ങനെ പറയാനും അങ്ങനെയുള്ള നിലപാടെടുക്കാനും ഒക്കെ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ കാന്തയായിട്ട്. അല്ലാതെ മറ്റ് മനുഷ്യരെന്ത് പറയും, അവർ എല്ലാവരെയും പ്രസാദിപ്പിച്ച് ആർക്കും ഒരു കേടില്ലാതെ ആരെയും ഒന്നും വിഷമിപ്പിക്കാതെ നമ്മളിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഒരു ന്യായീകരിച്ച് ഇങ്ങനെ സോപ്പിട്ട് ഗ്യാപ്പിട്ട് അങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ എവിടെ എത്തും എന്നുള്ള കാര്യം അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്ന് കാന്തയുടെ ശബ്ദം നമ്മൾ വെളിപാട് 14:2 വായിച്ചതുപോലെ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ എന്ന വലിയൊരു ഇടിമുഴക്കം പോലെ ആണ് കാന്തയുടെ ശബ്ദം. അത് സംഗീതം പോലെ മാധുര്യമുള്ളതാണ്. വൈണികന്മാർ വീണ വീട്ടുന്നതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ വീണ വീട്ടുന്നത് പോലെ വളരെ അത് ഓഫ് ബീറ്റോ ഒന്നും ആയിരുന്നില്ല, വളരെ മാധുര്യമേറിയ സംഗീതം പോലെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ നമ്മളതാ കാണുന്നത്. ആ ഒരു കാന്തയുടെ ശബ്ദം പ്രിയന് ഏറ്റവും മനോഹരമാണ്, ഇത് ഏറ്റവും നിൻ്റെ ശബ്ദം മാധുര്യമേറിയതെന്നൊക്കെ നമ്മൾ ഇവിടെ ഉത്തമഗീതം സോങ് ഓഫ് സോങ്സ് ഉത്തമഗീതം 2:14 എന്നൊക്കെ നമ്മൾ ആ വാക്യങ്ങളൊക്കെ വായിച്ചു. പിന്നെ 3-ാമത്തെ വാക്യത്തിൽ അവർ സിംഹാസനത്തിൽ 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പാകെ, ആ 4 ജീവികളും മൂപ്പന്മാരും ഒക്കെയാണ് സ്വർഗീയ ജീവികളാണ്, അവർ ദൂതസംഘമാണ്, അവരാണ് ബാക്കി കോടാനുകോടി ദൂതന്മാരെ. ഈ 4 ജീവികൾ കെരൂബുകളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 4 നിന്നും യെഹെസ്കേലിൽ നിന്നും ഒക്കെ കമ്പയർ ചെയ്ത് ആ കെരൂബുകളാണ് ഗാർഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം സംരക്ഷിക്കുന്നവരായിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആയിട്ടുള്ള കെരൂബുകളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 4 നിന്നൊക്കെ അത് കണ്ടായിരുന്നു. ആ കെരൂബുകളും 24 മൂപ്പന്മാരും ആകുന്ന ദൂതസംഘമാണ് ബാക്കിയുള്ള കോടാനുകോടി ദൂതന്മാരെ ദൈവത്തെ ആരാധിക്കുന്നത്, ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പായിട്ടാണ്
ഒരു പുതിയ പാട്ട്, ഒരു ഫ്രഷ് പാട്ട്. നമുക്ക് പുതിയ പാട്ട് പാടാൻ എവിടെ ഒക്കുകയുള്ളൂ, അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമേ പുതുക്കുകയുള്ളൂ, ബാക്കി എല്ലായിടത്തും പഴക്കമാണ്. പ്രാകാരവും വിശുദ്ധ സ്ഥലമാണെങ്കിൽ പോലും അവിടെയും മഞ്ഞയൊക്കെ കുറച്ച് കഴിയുമ്പം പഴകി പോവും. അത് 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പുഴുവിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എക്സോഡസ് പുറപ്പാട് 16 അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തെ മഞ്ഞ മാത്രമേ അത് ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളാവട്ടെ, നമ്മുടെ മനോഭാവങ്ങളാവട്ടെ, നമ്മുടെ പ്രവൃത്തികളാവട്ടെ, അവിടെ എല്ലാം കർത്താവിൻ്റെ ഒരു സൗരഭ്യത്തിൻ്റെ ഒരു ഫ്രഷ്നെസ് എപ്പോഴേ കാണുള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ഈ ജീവനുള്ള പുതുവഴിയിലൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഒക്കെയുള്ളൂ എന്ന് നമ്മൾ എബ്രായർ 10:19 വായിക്കുന്നത്. ജീവനുള്ള പുതുവഴി കർത്താവിൻ്റെ ജഡമാകുന്ന തിരശ്ശീല, ദേഹം എന്ന തിരശ്ശീല എന്നുള്ള തെറ്റായ മലയാള പരിഭാഷ നമ്മൾ അത് വെട്ടിത്തിരുത്തി, ഞാൻ എൻ്റെ ബൈബിളിൽ അത് വെട്ടിത്തിരുത്തിയിട്ടുണ്ട്. അവിടെ എബ്രായർ 10:19-20 ദേഹമാകുന്ന തിരശ്ശീല എന്നാണ് സത്യവേദ പുസ്തകത്തിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തില്ല. എന്നാൽ ദേഹം എന്നാന്ന് പറ്റി ജഡം എന്നവിടെ ആക്കിയിട്ടുണ്ട്. ജഡം എന്ന തിരശ്ശീല, സാക്സ്, ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് ഫ്ലഷ് എന്ന് അവിടെ NASB ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ജഡമാകുന്ന തിരശ്ശീല ചീന്തിയാണ് കർത്താവ് ജീവനുള്ള പുതുവഴി തുറന്നത്. ഇന്ന് നമ്മൾ ആ പുതുവഴിയിലെ ജീവനുള്ള പുതുവഴിയിലൂടെ, ആ പുതുവഴി ന്യൂ ആൻഡ് ലിവിങ് വേ, ആ പുതിയ വഴിയിലൂടെ പോകുന്നവർക്ക് പുതിയ പാട്ട് പാടാനൊക്കെ ഉള്ളൂ. പഴയ വഴി, വിശാലമായ വഴിയിലൂടെ പോകുന്നവർ പഴയ പാട്ടും പാടിക്കൊണ്ടിരിക്കും. എന്നാൽ പുതുവഴിയിലൂടെ പോകുന്നവർക്ക് എപ്പോഴും പുതിയ പാട്ടായിരിക്കും. അവിടെ ഹൃദയത്തിലൊരു കർത്താവിനോടൊരു പാട്ട് കാണും. അപ്പം ഇപ്പം ഏതെങ്കിലും ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആരുടെ വേറൊരു പാട്ടിൻ്റെ ഇരടി എടുത്തതുപോലെ എപ്പോഴും ഒരു ഹൃദയത്തിലൊരു പാട്ട് കാണും. അപ്പം ആ ഒരു ജീവനുള്ള പുതുവഴി. അപ്പം നമ്മൾ അവിടെ ആ ജീവനുള്ള പുതുവഴി നമ്മുടെ ജഡമാകുന്ന തിരശ്ശീല, കർത്താവിൻ്റെ ജഡമാകുന്ന തിരശ്ശീല ചിന്തിയ കർത്താവ് ഈ ജീവനുള്ള പുതുവഴി ഇനാഗറേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്ത് പ്രതിഷ്ഠിച്ചതെന്നൊക്കെ നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങളിൽ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ പുതുവഴിയിലൂടെ പോകണമെങ്കിൽ നമ്മുടെ ജഡമാകുന്ന തിരശ്ശീലയും ചിന്തപ്പെട്ടാലേ ഒക്കെയുള്ളൂ. ഒരുവൻ എന്നെ അനുഗമിക്കണമെങ്കിൽ ക്രൂസ് എടുത്തല്ലാതെ തന്നെ അതിനെ നിഷേധിച്ച് ദിനംതോറും ക്രൂസ് എടുക്കാതെ തന്നെ അനുഗമിക്കാൻ പറ്റത്തില്ലെന്നാണ് ലൂക്കോസ് 9:23 നമ്മൾ വായിക്കുന്നത്. അതേ കാര്യം തന്നെ കർത്താവ് ക്രൂസ് എടുക്കാതെ തന്നെ അനുഗമിക്കാൻ ഒക്കുകയില്ല എന്നുള്ള കാര്യം കർത്താവ് ലൂക്കോസ് 14 അധ്യായത്തിൽ പറയുന്നതും മർക്കോസ് 8 അധ്യായത്തിൽ പറയുന്നതും മത്തായി 10 അധ്യായത്തിലും 16 അധ്യായത്തിലും പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ ക്രൂസ് എടുക്കാതെ എന്ന് വെച്ചാൽ നമ്മുടെ ജഡത്തിൽ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലൊരു മരണം ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ സഹിക്കാതെ വാഴാനൊക്കത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ അങ്ങനെ ഉള്ളവർക്കാണ് ഈ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലുള്ള ശബ്ദവും ഇടിമുഴക്കത്തിൻ്റെ ഗാംഭീര്യം പോലുള്ള ശബ്ദമൊക്കെ വരുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അയ്യോ അവരെന്ത് പറയും, നമുക്ക് മാനസികമായിട്ടുള്ളൊരു ജെൻറ്റിൽനെസ്, മാനസികമായിട്ടുള്ളൊരു മൃദുവോടെ ആരെയും നമ്മുടെ ഒരു സോഫ്റ്റ് ടെമ്പറമെൻറ്റിൽ അതൊരു താഴ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മളങ്ങനെ പോകും. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ താഴ്മ എന്ന് പറഞ്ഞാൽ കർത്താവ് ചാട്ടവാർ എടുക്കുന്ന സമയത്ത് ചാട്ടവാർ എടുക്കുന്ന താഴ്മയാണ് കർത്താവിൻ്റെ താഴ്മ. അപ്പോൾ ആ താഴ്മയോടെ അങ്ങനെയുള്ളവർക്ക് പുതിയ പാട്ട് പാടാനൊക്കെ അത് ഇങ്ങനെ 4 ജീവികളുടെയും മൂപ്പന്മാരുടെയൊക്കെ മുമ്പാകെ അവർ പുതിയ പാട്ട് പാടി. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള ഒരു പുതിയ പാട്ടുണ്ടോ? പരാതിയുടെയും വെറുപ്പിൻ്റെയൊക്കെ പാട്ടൊക്കെ മാറ്റിയെന്ന കാര്യമൊക്കെ നമ്മൾ എഫേസ്യർ 4:30-31 വാക്യങ്ങളിലൊക്കെ നമ്മളത് കണ്ടു. ക്രോധം, കൂറ്റാരം എന്ന് പറഞ്ഞാൽ ക്ലാമർ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലാമർ എന്ന് പറയുന്നത്, കുറ്റാരം. അപ്പം അങ്ങനെ ക്രോധവും കൂറ്റാരവും കോപവും ഒക്കെ മാറ്റിക്കളഞ്ഞ്, പരാതിയും വെറുപ്പൊക്കെ മാറ്റിക്കളഞ്ഞ് കർത്താവിൻ്റെ സ്തോത്രത്തിൻ്റെ ഒരു പാട്ട് പാടുന്ന കാര്യം. ഭൂമിയിൽ നിന്ന് വിലക്ക് വാങ്ങപ്പെട്ട, ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും അവർ ഭൂമിയിൽ കെട്ടപ്പെട്ടവരല്ല, സ്വർഗത്തിൽ മനസ്സുറപ്പിച്ചവരാന്നുള്ള കാര്യം. സ്വർഗത്തിൽ തന്നെ സ്വർഗീയമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ഉയരത്തിൽ തന്നെ മനസ്സുറപ്പിക്കുവാൻ എന്നാണ് നമ്മൾ കൊളോസ്യർ 3:2 നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആ കാര്യങ്ങൾ കണ്ട്. ഭൂമിയിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചില ഇന്ന് തന്നെ എൻ്റെ ലാപ്ടോപ്പ് ഇടയ്ക്ക് ഇന്ന് രാവിലെ ചാർജ് ചെയ്യാൻ എന്തോ ഒരു ഡിസ്കണക്ഷൻ മാതിരി, അത് പിന്നെ വേറെ കണക്ടർ വെച്ച് നോക്കിയപ്പോൾ പിന്നെ അങ്ങ് ശരിയായി. അപ്പോൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാതിരുന്നപ്പം ഞാൻ ഇപ്പം ഇന്ന് മീറ്റിംഗ് ഉണ്ട്, അപ്പം പിന്നെ ലാപ്ടോപ്പ് ചാർജ് ചെയ്തില്ലെങ്കിൽ പിന്നെ മീറ്റിങ്ങിന് എങ്ങനെ ലാപ്ടോപ്പ് ഉപയോഗിക്കും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ സമാധാനത്തോടെ ഇരിപ്പം ദൈവം സഹായിച്ചു. പക്ഷേ പിന്നെ കണക്ടർ വെച്ചൊക്കെ ചാർജ് ചെയ്തപ്പോൾ ചാർജങ്ങ് ആയി. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സമാധാനത്തിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടാകാനൊക്കെ അത് ദൈവം തന്നെ അനുവദിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്ത് ദൈവം അറിയുന്നു, ദൈവം എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കും നമ്മൾ സമാധാനത്തോടെ. ഭൂമിയിലുള്ള കാര്യങ്ങളോടൊരു പറ്റിച്ചേരലോ അതിനോടൊരു എൻറ്റാങ്കിൾമെൻ്റ് ഇല്ലാതെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്നു 144,000 പേരെന്നൊക്കെ നമ്മൾ ഇവിടെ വെളിപ്പാട് 14:3 നമ്മൾ വായിച്ചു. പിന്നെ കന്യകമാരാകുന്ന കാര്യം, അത് അക്ഷരികമായിട്ടുള്ള കന്യകമാരല്ല എന്നുള്ള കാര്യം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു. അത് ആത്മീയ വ്യഭിചാരത്തെക്കുറിച്ച്, ബാബിലോൺ ആകുന്ന മഹാവേശിയും അവളുടെ വേശ്യാപുത്രന്മാരും ആയിട്ടുള്ള ലോകത്തിനോടുള്ള ചങ്ങാത്തമാണ് ആത്മീയ വ്യഭിചാരം എന്നുള്ള കാര്യമൊക്കെ യാക്കോബ് 4:4 എന്നൊക്കെ നമ്മൾ കണ്ടു.
കന്യകമാരാകിയ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്, സിമ്പിൾ പ്രസന്റിൽ എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിൽ അനുഗമിച്ചവരാ. അതുകൊണ്ട് നിത്യതയിലും കർത്താവിനെ അനുഗമിക്കാൻ അവർക്കേ സാധിക്കുന്നുള്ളൂ. അതായത് വില്യം ബൂത്ത് എന്ന് പറയുന്ന സാൽവേഷൻ ആർമി സ്ഥാപിച്ച, ഇന്ന് സാൽവേഷൻ ആർമിയുടെ ആത്മീയാവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയൊക്കെയാണ്. പക്ഷേ എന്നാൽ സാൽവേഷൻ ആർമി സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഏറ്റവും ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ദൈവമനുഷ്യനായിരുന്നു വില്യം ബൂത്ത്. അപ്പം അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഇന്ന് ജനറേഷൻസ് തലമുറകൾ കഴിഞ്ഞപ്പം അതിൻ്റെ ആത്മീയാവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിട്ട് പോകുന്നുണ്ടെങ്കിലും അന്ന് വില്യം ബൂത്ത് അത് സ്ഥാപിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം തന്നെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലൊക്കെ ഒരു പൊതുവരുത്തം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ആവറേജ് തട്ടിമുട്ടിയുള്ളൊരു ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് പോകുന്നൊരു സമയമായിരുന്നു യൗവനക്കാരൻ. എന്നാൽ തനിക്ക് ഒരു ദിവസം ഒരു ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നു. അത് ദൈവത്തിൽ നിന്നുള്ളൊരു ദർശനമായിരുന്നു. അത് നമ്മളിതിനു മുമ്പൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ജീവമൊഴിയുള്ള പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. കുറച്ച് നാളുമ്പോൾ ജോർജ് ബേർ പുനപ്ര വന്ന മീറ്റിങ്ങിലും ബ്രദറും ആ സ്വപ്നത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ സ്വപ്നത്തിൽ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ, താൻ മരിച്ച് സ്വർഗത്തിലെത്തുമ്പം അവിടെ ചില ആൾക്കാർ കർത്താവിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്നു. അപ്പം വില്യമ്പത്ത് നോക്കുമ്പോൾ ഭൂമിയിൽ കർത്താവിനോട് ഏറ്റവും ചേർന്ന് നടന്ന ആൾക്കാർ ഇവിടെ സ്വർഗത്തിലും കർത്താവിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്നത്. അവർക്ക് കർത്താവ് പോകുന്നിടത്തൊക്കെ അവർക്ക് മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. തനിക്ക് കർത്താവിനെ കാണാനും ഒക്കെ പറ്റുന്നുണ്ട്, താൻ പക്ഷേ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്, അങ്ങ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവിനെ നോക്കുമ്പോൾ ഒരു അകൽച്ചയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമിയിലും താൻ അതുപോലെ അകന്നാണ് കർത്താവിനോട് ഇരുന്നത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴും കർത്താവിനോട് ഒരു അകൽച്ചയുണ്ട്. അപ്പം പുള്ളി വിചാരിച്ചു, അയ്യോ ഈ നിത്യത മുഴുവനും ഞാനിതുപോലെ കർത്താവിനോട് അകന്നു തന്നെ നിൽക്കേണ്ടി വരുമല്ലോ, ഇനി ഒരു അവസരം കൂടി എനിക്ക് ജീവിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ അയ്യോ ഞാൻ കർത്താവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ഞാൻ ജീവിച്ചേനെ എന്ന് താൻ വല്ലാതൊരു നിരാശയിലൊരു നെടുവേർപ്പിടുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ ഒരു സ്വപ്നമായിരുന്നു, എനിക്കിപ്പോഴും ഭൂമിയിൽ ജീവിതമുണ്ട്, ഇനിയിപ്പം ഞാൻ ഇതുപോലെ ജീവിച്ചതുപോലല്ലേ ഞാൻ ജീവിക്കേണ്ടത്, ഇനി ഞാൻ കർത്താവിനായിട്ട് എല്ലാമായിട്ട് ജീവിക്കുന്നു പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഒരു പൂർണ്ണഹൃദയത്തോടെ ഒരു ക്രിസ്ത്യാനിയായി മാറി. അങ്ങനെ അദ്ദേഹം അനേകരെ രക്ഷയിലേക്ക് നടത്താൻ കാരണമായി തീർന്ന ആ ഒരു സാൽവേഷൻ ആർമിയൊക്കെ സ്ഥാപിക്കുന്നതും പിന്നീട് തലമുറകളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേറെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഇന്ന് കാണുന്ന അതിൻ്റെ പിൻഗാമികളിൽ കാണുന്നുള്ളെങ്കിൽ പോലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും വെളിപാട് 14:4 കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അവനെ അനുഗമിക്കുന്നു. എല്ലാവർക്കും കർത്താവിനെ എപ്പോഴിപ്പം പ്രസിഡന്റ് പോകുമ്പോൾ പ്രൈം മിനിസ്റ്റർ പോകുമ്പം എല്ലാവർക്കും കൂടെ പോകാനൊക്കത്തില്ല. ഏറ്റവും കൂടെ ചേർന്ന ആൾക്കാർക്ക് അതിൻ്റെ കൂടെ എസ്കോർട്ട് ചെയ്ത് പോകാനൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ കർത്താവിനോട് ഇന്ന് നമ്മളൊരു ദൂരം വിട്ട് പിൻചെല്ലുന്നവരാണ്. പത്രോസ് കർത്താവിനെ അതുപോലെ പിൻചെന്നവനാണ്. പക്ഷേ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ കർത്താവിന് ദൂരം വിട്ട് പിൻചെന്ന പത്രോസിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ദൂരം വിട്ട് പിൻചെന്നു എന്ന് തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ലൂക്കോസ് 22 വായിക്കുമ്പോൾ ഹി വാസ് ഫോളോയിങ് ദ ലോർഡ് അറ്റ് എ ഡിസ്റ്റൻസ് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ വീണുപോയത്. അവൻ അക്ഷരികമായിട്ട് ദൂരം വിട്ട് പിൻചെന്ന് മാത്രമല്ല, ആത്മീയമായിട്ട് ദൂരം വിട്ട് പിൻചെന്നത് കൊണ്ട് അവൻ തന്നെയും കൂടെ പിടിച്ച് ക്രൂശിച്ച് കളയുമെന്ന് പേടിച്ച് അവനെന്താ ചെയ്ത് അവൻ തള്ളിപ്പറഞ്ഞു. ഒരു 3 തവണ വീണ്ടും ആണയിട്ട് തള്ളി പറയുന്ന കാര്യം ഫോളോയിങ് അറ്റ് എ ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ ലൂക്കോസ് 22:54 അകലം വിട്ട് പിൻചെന്നു, പത്രോസും അകലം വിട്ട് പിൻചെന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവായിട്ടുള്ള എന്തെങ്കിലും ഒരു അകലമുണ്ടോ, അതോ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് അകലം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുന്തിരിവള്ളിയിലെ ജീവരസമൊന്നും ഇങ്ങോട്ട് കയറത്തില്ല. ഇപ്പം ഇലക്ട്രിക് വയർ അത് ചേർന്നിരുന്നാലേ അതിൻ്റെ ഇലക്ട്രിക് ഫ്ലോ നടക്കത്തുള്ളൂ, ലൈറ്റും ഫാനും ഒക്കെ അത് വർക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ അകലം വിട്ടാണെങ്കിൽ എന്തോ ഒരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളിലും കർത്താവായിട്ട് എന്തെങ്കിലും അകലം നിർത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് മാനസാന്തരപ്പെട്ട് കർത്താവേ നമുക്ക് ദൈവം തരുന്ന മനസ്സാക്ഷി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് മാനസാന്തരപ്പെടാം. കർത്താവ് എനിക്ക് അവിടുന്ന് പോകുന്നിടത്തൊക്കെയും ഇപ്പോഴും കർത്താവ് ക്രൂശിപ്പ് ഇപ്പോഴും അന്ന് നിത്യതയിൽ അങ്ങേ എനിക്ക് അനുഗമിക്കണം. യഥാർത്ഥത്തിലുള്ള റിവാർഡ് എന്താണെന്ന് ചോദിച്ചാൽ നിത്യതയിലുള്ള റിവാർഡ് എന്തെങ്കിലും കിരീടങ്ങളാണെന്ന് ചോദിച്ചാൽ ഈ ആലങ്കാരികമായ ഭാഷയിലാണ് ജീവൻ്റെ കിരീടം, നീതിയുടെ കിരീടം എന്നൊക്കെ ഉള്ള വാക്കുകൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ വിലയുള്ളൊരു കാര്യമാണ് കിരീടം എന്ന് പറയുന്നത്. അപ്പം അവിടെ നിത്യതയിൽ കർത്താവ് കിരീടം തരുന്ന ആക്ഷരികമായിട്ട് എന്തോ കിരീടം എടുത്ത് വെക്കും എന്നുള്ളൊരു കാര്യമല്ല, മറിച്ച് അത് ജീവൻ്റെ കിരീടം എന്ന് പറയുമ്പം അതുപോലെ സമൃദ്ധിയായ ഒരു ജീവൻ്റെ തേജസ് നമ്മൾ അന്ന് അവിടെ വെളിപ്പെടുവും. യഥാർത്ഥത്തിൽ നിത്യതയിൽ ഏറ്റവും വിലയുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ നിത്യതയിൽ ഏറ്റവും വിലയുള്ളവൻ കർത്താവ് തന്നെ. ഏറ്റവും വിലയുള്ളത് കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ്
ഏറ്റവും വിലയുള്ള കാര്യം. അപ്പം നിത്യതയിൽ റിവാർഡ്, യഥാർത്ഥത്തിൽ ദി ഗ്രേറ്റസ്റ്റ് റിവാർഡ് ഇൻ ഇറ്റേണിറ്റി ഈസ് ജീസസ് ഹിംസെൽഫ് ആൻഡ് കറസ്പോണ്ടിങ് നിയർനെസ് ടു ഹിം എന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെയാണ് നിന്റെ റിവാർഡെന്ന് എബ്രഹാമിനോട് ദൈവം പറയുന്നത് എവിടെ നമ്മൾ വായിക്കുന്നേ? ഉൽപ്പത്തി. ഞാനിവിടെ റിവാർഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വഴിതെറ്റി പോവുമല്ല. നിത്യതയിൽ അവർ പിൻചെല്ലുന്നെന്ന് പറയുമ്പോൾ എന്താ നമ്മളിവിടെ വായിക്കുന്നത്? ഉൽപ്പത്തി 15-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ NASB ട്രാൻസ്ലേഷൻ അത്ര പോരാ. എന്നാൽ KJV-യിലും NKJV-യിലും കറക്റ്റായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലത് കറക്റ്റാണോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. അതെ മലയാളത്തിൽ കറക്റ്റാണ്. NASB-യിൽ പക്ഷേ അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഉൽപ്പത്തി 15-ന്റെ 1-ാമത്തെ വാക്യമാണ്. അതിൻ്റെ ശേഷം എബ്രഹാം എന്നുള്ള പേര് അപ്പം ആവുന്നേ ഉള്ളൂ. എബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അപ്പം ആരാ പ്രതിഫലം? ഞാൻ നിനക്ക് കുറച്ച് കിരീടങ്ങൾ തരാന്നല്ലേ പറയുന്നത്. ഞാനാണ് നിന്റെ പ്രതിഫലം. ഐ ആം ദ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ് എന്നാണ് അവിടെ KJV-യിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. പക്ഷേ യുവർ റിവാർഡ് ഷാൽ ബി വെരി ഗ്രേറ്റ് എന്നാണ് NASB-യിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല. നിന്റെ പ്രതിഫലം വലുതാകുന്നു എന്നല്ല, ഞാൻ തന്നെയാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. മലയാളത്തിൽ അത് കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. അപ്പം കർത്താവ് തന്നെയാണ് നിത്യതയിലെ റിവാർഡ്. കർത്താവിൻ്റെ റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ കൂടെ നമ്മളെപ്പോഴും ആയിരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നമ്മൾ സങ്കീർത്തനം 73-ാം സങ്കീർത്തനത്തിൽ നമ്മൾ സാങ്ക്ലറിന് ആ കാര്യങ്ങൾ കോട്ട് ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. നിത്യതയിലെ റിവാർഡിനെ കുറിച്ച് പറയുന്നൊരു വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ 73-28. 73-25 നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പല പാട്ടുകളിലും പറയാറുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മോളിസിൻ്റെ മോനെ ബിബിൻ വന്നപ്പം ബിബിൻ ആ വേഴ്സ് കൊട്ടി ഇതൊക്കെ നമുക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. 73-25 യഥാർത്ഥത്തിലുള്ള ഒരു ആരാധനയുടെ വാക്കുകളായത്. അങ്ങനെ സ്വർഗത്തിലും കർത്താവിനെ അല്ലാതെ, സ്വർഗത്തിലും ഭൂമിയിലും കർത്താവിനെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കാത്തവരുടെ കാര്യം പറയുവാണെങ്കിൽ 73-28 വാക്യം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിയർനെസ് ഓഫ് ഗോഡ് ഇസ് മൈ ഗുഡ്. സോ നിയർനെസ് ഓഫ് ഗോഡ്, നിയർനെസ് ടു ഗോഡ്, നിയർനെസ് ടു ദ ലോർഡ് ജീസസ്, അതാണ് നിത്യതയിൽ ഏറ്റവും വലിയ റിവാർഡ്. അപ്പം ഈ 144,000 പേരാണ്, അത് ആക്ഷരികമായ സംഖ്യയല്ല, അലങ്കാരികമായ പ്രതീകാത്മകമായ സംഖ്യ. അവരാണ് കർത്താവിനോട് ഏറ്റവും അടുത്ത് നിത്യതയിലിരിക്കുന്നത്. അതാണ് കാന്തയായിത്തീരുന്നത്. അതാണ് ഏറ്റവും വലിയ റിവാർഡ്. കാന്തയായിത്തീരുന്ന, കാന്തൻ്റെ സ്വഭാവമുള്ളവളാണ് കാന്ത, മണവാളിൻ്റെ സ്വഭാവമുള്ളവളാണ് മണവാട്ടി. അപ്പോൾ അങ്ങനെയുള്ളവരാണ്, അതാണ് ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ കിരീടവും അവിടെ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 14 വായിക്കുമ്പോൾ അതൊക്കെ അവർ അലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവിടെ നമുക്ക് എന്തോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ വേണ്ടി കുറേ പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നുള്ള കാര്യമില്ല. എന്തോ കുറച്ച് മാൻഷൻസ് കിട്ടും, എന്തോ പാലസസ് മാതിരി എന്തോ 14 ബെഡ്റൂം ഹൗസ് കിട്ടുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. എന്താ അതൊക്കെ ആലങ്കാരിക ഭാഷയിൽ ഭൂമിയിൽ വരെയുള്ള കാര്യങ്ങളാണ് ഈ വലിയ മാൻഷൻസും കാര്യങ്ങളൊക്കെ വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം എന്നാൽ കർത്താവ് ആലങ്കാരിക ഭാഷ പറയുന്നത് കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് റിവാർഡ്. അപ്പം കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. നമ്മൾ തിരിച്ച് വെളിപ്പാട് 14:4 വന്നു. അവർ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ആദ്യഫലത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചു. കർത്താവ് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പിന്നെ 10,000 തവണ ആലോചിച്ച് ന്യായീകരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല. എബ്രഹാമിനോട് ഇസഹാക്കിനെ സമർപ്പിക്കാൻ പറഞ്ഞു. അത് രാവിലെ എഴുന്നേറ്റ് ഈ മോനെ കൊണ്ട് പോയി. സാറയോട് പറഞ്ഞതുപോലും ഇല്ല. സാറയോട് പറഞ്ഞാലെങ്കിൽ സാറ് ഇബ്രാഹിമിനെ പിടിച്ച് കെട്ടിയിട്ടേ, എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ മോനെ കൊണ്ടുപോയി ഒളിപ്പിച്ചിങ്ങനെ വെച്ചേനെ എന്ന് സാറയോട് പറയാതെ എബ്രാഹിം ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ നമുക്കറിയാം. അതിരാവിലെ എഴുന്നേറ്റ് സാറ് എഴുന്നേക്കുന്നതിന് മുമ്പേ സ്ഥലം കാര്യമാക്കി. അത് ആദ്യ ഫലം. അപ്പം പുതിയ ഉടമ്പടിയിലുള്ള മാത്രമുള്ളവർ മാത്രമാണോ കർത്താവിൻ്റെ കാന്തയാകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. പഴയ കർത്താവ് ഒരിക്കലും പക്ഷഭേദം ഇല്ലാത്തവന്. അപ്പോൾ അതുകൊണ്ട് പഴയ ഉടമ്പടിയിലായാലും പുതിയ ഉടമ്പടിയിലായാലും അവർക്ക് കിട്ടിയ വെളിച്ചത്തോടെ പൂർണ്ണമായിട്ടും ഇരിക്കുന്നവരാണ് കർത്താവിൻ്റെ കാന്തയായിത്തീരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ വചനത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ആദ്യഫലമായിട്ട് അവർ ദൈവത്തിനും കുഞ്ഞാടിനും, അതായത് പിതാവിനും യേശുവിനും ആദ്യഫലമായിട്ട് ദൈവത്തിന് നമ്മുടെ കൃഷിയിൽ ഏറ്റവും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ക്രോപ്പാണ്. വെള്ളത്തിനോട് ഏറ്റവും അധികം പെട്ടെന്ന് പ്രതികരിക്കുന്ന ആ
ഫ്രൂട്ട്സ് ആണ്, ആ ഫലമാണ് ആദ്യഫലമായിട്ട് മാറുന്നത്, ഏറ്റവും മേൽത്തരമായിട്ടുള്ള ഫലം. ആ ആദ്യഫലമായിട്ടാണ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പം ഭൂമിയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് മാത്രമല്ല, മനുഷ്യരുടെ ഇടയിൽ നിന്ന് മനുഷ്യരുടെ ഒപ്പീനിയൻസ്, മനുഷ്യരുടെ അഭിപ്രായം, അവരെന്ത് പറയും ഇവരെന്ത് പറയും, മനുഷ്യ മാനം തേടുന്ന കാര്യം, മനുഷ്യഭയം, അവരെന്ത് ചില അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കൂ, അല്ലെങ്കിൽ മനുഷ്യഭയം ഒരു കെണിയാണെന്നുള്ള വാക്യമൊക്കെ നമ്മളിപ്പോഴും കാണാറുള്ള വാക്യം. അത് നമ്മൾ സദൃശവാക്യം 29-ന്റെ 25-ാമത്തെ വാക്യം, 29-25. ദ ഫിയർ ഓഫ് മാൻ ഇസ് എ ട്രാപ്പ്, ഇസ് എ സ്നെയർ, പക്ഷെ ദോസ് ഹു ട്രസ്റ്റ് ദ ലോർഡ് ഹിൽ ബി എക്സോൾട്ടഡ്. അവൻ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവൻ ഉയരത്തിൽ ആയിരിക്കും അവൻ്റെ സ്ഥാനം. അവൻ മനുഷ്യഭയത്തിൽ കെട്ടിയിടപ്പെട്ട അല്ലെങ്കിൽ ഒരു കെണിയിലായിട്ടുള്ള ഒരു പക്ഷിയാണെങ്കിൽ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ നുകമെല്ലാം ഇസ്രായേലിൻ്റെ ദൈവം കർത്താവ്, ആ നുകമെല്ലാം കർത്താവിൻ്റെ അഗ്നിയാൽ കർത്താവ് നുകമെല്ലാം അഭിഷേകത്തെല്ലാം ഉടച്ചു കളയുമെന്നൊക്കെ യെശയ്യാവ് 27:17 നമ്മൾ വായിച്ചായിരുന്നല്ലോ. 10:17 യെശയ്യാവ് 10:17 27 വാക്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഞായറാഴ്ചകൾ മുമ്പൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കർത്താവ് ജ്വാലയായിട്ട് അഭിഷേകത്തിൽ നുകം ഉടച്ചു കളയുന്ന കർത്താവ് നമ്മളുടെ ഈ മനുഷ്യഭയമാകുന്ന കിണിയാവട്ടെ, വേറെ എന്ത് ബന്ധനങ്ങളൊക്കെ ആവട്ടെ, അതൊക്കെ ഉടച്ച് ഉയരത്തിൽ തന്നെ നമ്മുടെ മനസ്സുറപ്പിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അത് കഴിഞ്ഞിട്ടാ പിന്നെ നമ്മളിപ്പോൾ 5-ാമത്തെ വാക്യം ഇപ്പൊ നമ്മൾ വായിക്കും. വാക്യം 5, ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. എല്ലാ മനുഷ്യ ജീവികളും ജന്മന തന്നെ ഭോഷ്ക് പറയുന്നവരാണ്. എന്നാൽ ഈ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് ഇവർ ശുദ്ധീകരണം പ്രാപിച്ചവരാകയാൽ ജീവിതാന്ത്യത്തിൽ അവരെക്കുറിച്ച് ഭോഷ്ക് വായിൽ ഉണ്ടായിരുന്നേ ഇല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരേ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. ഇളം പ്രായം മുതൽ ആളുകൾ ഭോഷ്ക് പറയുവാൻ ആരംഭിക്കുന്നു. അത് വളർന്ന് വഞ്ചനയുടെ വിവിധ രൂപങ്ങളായി പരിണമിക്കുന്നു. ആളുകൾക്ക് തെറ്റായ ധാരണകൾ നൽകുക, അതിശയോക്തി പ്രയോഗിക്കുക, ആളുകൾക്ക് പക്ഷപാതപരമായ അഭിപ്രായം ഉണ്ടാകത്തക്കവണ്ണം സത്യത്തോട് കൂട്ടിയും കുറച്ചും പറയുക, നാട്യങ്ങൾ, അഭിനയങ്ങൾ തുടങ്ങിയവ നടത്തുക, പരിശോധിച്ചിട്ടില്ലാത്ത സ്ഥിതിവിവരക്കണക്കുകൾ ഉദ്ധരിക്കുക എന്നിങ്ങനെ എല്ലാ വിശ്വാസികളും ഇതിൽ നിന്നെല്ലാം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? എത്ര വിശ്വാസികൾ ഈ കാര്യം ഗൗരവമായി എടുക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭോഷ്കിൽ നിന്നും വിടുതൽ നേടുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും സത്യം മാത്രം സംസാരിക്കുകയും അവരുടെ ഉവ് എപ്പോഴും ഉവ് ആയിരിക്കുകയും ഇല്ല എപ്പോഴും ഇല്ല എന്നായിരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം എത്രയുണ്ട്? ഭോഷ്കിൽ നിന്ന് പൂർണ്ണമായ ശുദ്ധീകരണം പ്രാപിച്ച 1,44,000 പേരെ മനുഷ്യവംശത്തിൽ നിന്ന് ലഭിച്ചത് എങ്ങനെ എന്ന് ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതാണ് നമ്മുടെ വിളി. കുഞ്ഞാട് പോയിടത്തെല്ലാം ഈ മേഖലയിലും അവനെ അനുഗമിക്കുക. ഭോഷ്ക് പറയുന്ന ഏതെങ്കിലും രംഗങ്ങളിൽ നിങ്ങൾക്ക് കുഞ്ഞാടിന്റെ കാൽപ്പാട് കാണുവാൻ കഴിയുമോ? ഇല്ല. അവിടുത്തെ കാലടികളിലാണ് പിന്തുടരേണ്ടത്. ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നാം ഭോഷ്കിൽ മുഴുകിയവരായിരുന്നു. എന്നാൽ ഒരിക്കലും ഭോഷ്ക് പറഞ്ഞിട്ടില്ലാത്ത ഞാൻ തന്നെ സത്യം എന്ന് പ്രഖ്യാപിച്ച യേശുവിന്റെ അതേ പ്രതിമയായി നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാൽ നമുക്കും ഈ ഗണത്തിൽ സ്ഥാനം കണ്ടെത്തുന്നതിനും കഴിയും. വായ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം വീണ്ടും ശ്രദ്ധിക്കുക. എതിർ ക്രിസ്തുവിന്റെ സംസാരത്തോട് ബന്ധപ്പെട്ട് നാം ഈ കാര്യം നേരത്തെ ശ്രദ്ധിച്ചു. ഇവിടെ ജയാളികളുടെ വായെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംസാരത്തിന് പുതിയ നിയമം എന്തൊരു വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. യേശു ഒരിക്കൽ പറഞ്ഞു, അന്തിമ ദിവസം നമ്മുടെ വാക്കുകൾ വിശകലനം ചെയ്താണ് നമ്മെ നീതീകരിക്കുകയോ കുറ്റം വിധിക്കുകയോ ചെയ്യുന്നത്.
എന്ന്. മത്തായി 12:37. ക്രിസ്തുവിന്റെ ആത്മാവാണോ ഹൃദയങ്ങളെ നയിക്കുന്നതെന്ന് വാക്കുകളിലൂടെയാണ് നാം തെളിയിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പോഷകിൽ നിന്നും വിടുതൽ നേടിയതിനാൽ ഈ ജയാളികളെ കളങ്കമില്ലാത്തവർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയെ ഗൗരവമായി എടുത്താൽ നമുക്കും ആ ഗണത്തിൽ ആയിരിക്കാൻ കഴിയും. താങ്ക് യു ഇപ്പൊ ചെറിയൊരു വാക്യം നമ്മൾ വായിച്ച് എന്നാൽ അത് എത്ര ആഴത്തിലുള്ളൊരു വാക്യമാണ്. അത് ദൈവത്തിൻ്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളിലും മൂർച്ചയുള്ളതാണെന്ന് നമ്മൾ എബ്രായർ 4:12 വായിക്കുന്നത്. ഭോഷ്ക്, അതാ നമ്മൾ കള്ളം, വ്യാജം. വെളിപാട് 14:5 വാക്യം നമ്മളിപ്പോൾ വായിക്കുകയും അന്തിമവിജയം പുസ്തകം, സാക്വന ബ്രദറിൻ്റെ അന്തിമവിജയം പുസ്തകത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പം വായിച്ച്. ഭോഷ്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. നോ ലൈ വാസ് ഫൗണ്ട് ഇൻ ദ മൗത്ത്, ദേ ആർ ബ്ലെയിംലെസ് എന്നുള്ളൊരു കാര്യം അവരുടെ വായിലുണ്ടായിരുന്നില്ല. യൂനോ കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായം മുതലേ എല്ലാവരുടെയും വായിൽ ഭോഷ്കുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ. കുഞ്ഞുങ്ങളൊക്കെ എന്തോ ഭയങ്കര പെയിൻ എന്നുള്ള രീതിയിൽ ഭയങ്കര കരച്ചിൽ, ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയായിരിക്കും കുഞ്ഞ് കരയുന്നത്. അപ്പം എങ്ങനെ അപ്പനമ്മമാരെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് കൊച്ചുനാൾ മുതൽ കുഞ്ഞു പ്രായത്തിൽ മുതലേ നമ്മൾ ഇൻബോൺ ആയിട്ട് നമുക്കെല്ലാം അറിയാം. കുഞ്ഞുങ്ങൾ കൊച്ചുനാൾ മുതലേ വാശി, വഴക്ക്, കള്ളം പറയുന്നു. അപ്പം ആദ്യമൊക്കെ കള്ളം പറയുമ്പോൾ മുഖത്തത് വ്യക്തമായിരിക്കും അത് കള്ളമാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ വളരെ എക്സ്പേർട്ടായിട്ട് ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കള്ളം പറയാൻ എക്സ്പേർട്ടാവുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ അത് അങ്ങനെയുള്ളൊരു നന്മയില്ലാത്തൊരു ജഡമാണ്. നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഭോഷ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്റൈറ്റായിട്ട് അങ്ങ് കള്ളമായിട്ട് പറയണമെന്ന് തന്നെയില്ല. പക്ഷേ നമ്മളിപ്പം അന്തിമവിജയം പുസ്തകത്തിൽ വായിച്ചതുപോലെ ഒരു തെറ്റായ ഒരു റോങ് ഇംപ്രഷൻ നൽകുന്ന രീതിയിൽ നമ്മൾ ഭാവിക്കേണ്ടതിന് മേലെ ഭാവിച്ചുയരാതെ എന്നൊക്കെ റോമർ 12:3 നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് പറയുന്ന 2 കൊരിന്ത്യർ 12 ആ വാക്യം നമുക്കറിയാം. നിങ്ങൾ എന്നെക്കുറിച്ച് കൂടുതൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പേടിച്ചാൽ ഞാൻ കൂടുതലൊന്നും പറയാത്തതെന്ന് പറയുന്നുണ്ട്. ഇവിടെ താൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട കാര്യമൊക്കെ പൗലോസ് അത് പരിശുദ്ധാത്മാവ് അതുപോലൊരു പ്രഷർ കൊടുത്തത് കൊണ്ട് അങ്ങ് പറഞ്ഞു വെച്ചു എന്നുള്ളതല്ലാതെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് വലിയ വിശദമാക്കുന്നൊന്നുമില്ല. നമ്മൾ 2 കൊരിന്ത്യർ 12 പോവുകയാണെങ്കിൽ അത് അതിൻ്റെ 6-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 12:6, ഞാൻ പ്രശംസിക്കുവാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല, സത്യമല്ലോ പറയുന്നത്. സത്യമാണ് പറയുന്നേ. എന്നിട്ട് പറയുക, എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിലും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. ഇനിയിപ്പം ശരിക്കും ഞാൻ ഉള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് ഞാൻ ആത്മീയനായിട്ടെങ്ങാണ് നിങ്ങൾ ആരെങ്കിലും എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് പോകുമോ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഐ റിഫ്രെയിൻ so that no one will credit me with more than he sees in me or hears from me. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളും പാപങ്ങളും എല്ലാവരോടും കൺഫസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമേ അല്ല പറയുന്നത്. അത് ദൈവവചനത്തിൽ പറയുന്നൊരു കാര്യമല്ല. അത് കത്തോലിക്കരാണ് അവർ പുരോഹിതന്മാരോടൊക്കെ ചെന്ന് പാപങ്ങൾ ഏറ്റു പറയുന്നതെന്ന് ദൈവവചനത്തിൽ കാണുന്ന കാര്യം. നമ്മുടെ പാപങ്ങളോ നമ്മുടെ വീഴ്ചകളോ നമ്മൾ കർത്താവിനോട് മാത്രം ഏറ്റു പറയേണ്ടതായിട്ടേ ഉള്ളൂ. നമ്മൾ ഒരുപക്ഷെ വേറൊരാൾക്ക് എതിരായിട്ട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മുറപ്പെടുത്തുകയോ അവരെ വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവരോടും നമ്മൾ അത് ഏറ്റു പറയണം. എന്നാൽ നമ്മൾ ഒരു പ്രിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആത്മീയ ഭാവം, ഞാൻ ഒരു ആത്മീയതയുടെ ഒരു ആവരണം ഇട്ടുകൊണ്ട് നമ്മളൊരു ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയില്ലാത്തവരെ കുറിച്ചൊക്കെ നമ്മൾ 2 തിമോഥെയോസ് 3:5 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളത്തിലുള്ള ഒരു ഇതില്ലാതെ എന്നാൽ പുറമെ ഒരു ആത്മീയമായിട്ട് നമ്മളങ്ങ് അഭിനയിക്കുന്ന രീതിയിലുള്ളൊരു അഭിനയം, ആ ഹിപ്പോക്രസി എന്നുള്ള ഇംഗ്ലീഷിലെ വാക്ക് കാപട്യം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഹിപ്പോക്രസിക്ക് എതിരായിട്ടാണ്, കാപട്യത്തിനെതിരായിട്ട്, കപടഭക്തിക്കെതിരായിട്ടാണ് കർത്താവ് അതുപോലെ ചാട്ടവാറെടുക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. കർത്താവ് പരീശന്മാരെ അതുപോലെ ശാസിക്കുന്നതൊക്കെ, ഈ കർത്താവ് ഏറ്റവും അധികം ശാസിച്ചിട്ടുള്ള പാപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ കപടഭക്തിയും അവിശ്വാസവും ഒക്കെ, അതിനെതിരായിട്ടൊക്കെ കർത്താവ് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കപടഭക്തി എന്ന് പറഞ്ഞാൽ അഭിനയം. പരീശന്മാർ അവർ ഭയങ്കര ആത്മീയരായിട്ട് അങ്ങ് അഭിനയിച്ചു എന്നാൽ
വെള്ളയടിച്ച കുഴിമാടങ്ങൾ പോലെ അവരുടെ ഉള്ളത്തിൽ ഏറ്റവും ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ആത്മീയമായിട്ട് ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ, ദൈവത്തോട് ഒരു ഭക്തിയോ സ്നേഹമോ ഇല്ലാതെ തന്നെ പുറമേ ഭയങ്കര ന്യായപ്രമാണമൊക്കെ ഇങ്ങനെ വള്ളിപുള്ളി തെറ്റാതെ വലിയ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു അഭിനയം. ഇപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓഫ് കോഴ്സ് ആ ഒരു ലെവലിൽ നിന്ന് നമ്മളാരും കാണത്തില്ലെങ്കിൽ പോലും നമ്മളുടെയൊക്കെ ജഡത്തിൽ ഇതൊരു അന്യൻ മാതിരി അല്ലെങ്കിൽ ഒരു ഉള്ളി മാതിരിയാണ്, പല പല ലെയേഴ്സ് കാണും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിനയം, ഈവൻ അഭിനയം എന്ന് പറയുമ്പോൾ ആ കാപട്യം, ഹിപ്പോക്രസി എന്നുള്ള ആ ഇംഗ്ലീഷ് വാക്ക് വരുന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഗ്രീക്കിൽ ഹിപ്പോക്രസി എന്നുള്ള വാക്കിൻ്റെ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അഭിനേതാക്കൾ, നടന്മാർ എന്നുള്ള അർത്ഥമാണ് ഹിപ്പോക്രൈറ്റ്സ് എന്നുള്ള വാക്ക്. അപ്പം നമ്മൾ സാഗ്ബേറുന്ന ജോക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അതായത് ഗ്രീക്കിൽ ചെന്ന് നിങ്ങൾ വേറെ അത് ഹിപ്പോക്രൈറ്റ്സിന് ചോദിച്ചാൽ ഓ ദേ ആർ ഇൻ ദ തിയേറ്റർ, അവർ ഈ നാടകശാലയിലാണ് നടന്മാരുള്ളതെന്ന് പറഞ്ഞ് വേറെ അത് ഹിപ്പോക്രൈറ്റ്സ്. ഇപ്പം ഇന്ന് വേറെ അത് ഹിപ്പോക്രൈറ്റ്സിന് ചോദിച്ചാൽ ഇന്ന് ചേർച്ച് എന്ന ആൾക്കാർ പറഞ്ഞ് വെച്ചാൽ എന്തെങ്കിലും പറയണമെങ്കിൽ പോയി പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് പറയും. വെച്ചാൽ പള്ളിയിൽ പറയുന്ന കാര്യം അത്ര യാഥാർത്ഥ്യത്തോട് ചേരാത്ത കാര്യമായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പദപ്രയോഗം തന്നെ ഒരുപക്ഷെ മലയാളികൾക്കിടയിൽ വന്നേ അറിയത്തില്ല. അപ്പോൾ അങ്ങനൊരു ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയുള്ളൊരു വിഷയമായിട്ട് വലിയ വിശുദ്ധിയെക്കുറിച്ചോ വലിയ താഴ്മയെക്കുറിച്ചോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗത്തിൽ പറയുന്നു എന്ന ഏതോ ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ താങ്കൾ ആ ചർച്ച് ഹാളിനുള്ളിൽ എങ്ങനെ പെരുമാറുന്നോ അതിൻ്റെ ഒരു അംശമെങ്കിലും വീട്ടിൽ ഒന്ന് പെരുമാറുമായിരുന്നെങ്കിൽ എനിക്ക് വലിയ ആശ്വാസമായിരുന്നെന്ന് ഏതോ ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസംഗ പീഠത്തിൽ ഒരാളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാളും വീട്ടിൽ വേറൊരാളും അങ്ങനെയൊക്കെ ആവുന്ന അഭിനയങ്ങൾ ഒരു പല പല വേർഷൻസ്. ഇപ്പം വിൻഡോസിൻ്റെ പല വേർഷൻ എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർ സഭയിലൊരു വേർഷൻ, വീട്ടിൽ ചെന്നാൽ വേറൊരു വേർഷൻ, സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ഒക്കെ ചെല്ലുമ്പോൾ വേറൊരു വേർഷൻ, അയൽവക്കത്ത് ചെല്ലുമ്പോൾ വേറൊരു വേർഷൻ, ബന്ധുക്കളെ കാണുമ്പോൾ ഒരു വേർഷൻ, അവിശ്വാസികളായിട്ടുള്ള ബന്ധുക്കളെ കാണുമ്പോൾ ഒരു വേർഷൻ, പിന്നെന്താ വേറെ ഏതെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ വേറൊരു വേർഷൻ. അങ്ങനെ നമ്മളുടെ പല പല വേർഷനിൽ ജീവിക്കുന്ന ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആണോ നമ്മൾ, അതോ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ യാഥാർത്ഥ്യബോധമുള്ള നമ്മൾ എന്തായിരിക്കുന്നു? ദാനിയേലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ ഇവനിൽ കാപട്യമൊന്നുമില്ല. അത് തന്നെ ഉള്ളതങ്ങ് ഉള്ളതുപോലെ പറയും. കാപട്യമില്ലാത്ത മനുഷ്യൻ, നമ്മൾ ഉള്ളതുപോലെ പറയാമെന്ന് പറഞ്ഞ് സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എഫേസ്യർ 4:15 സ്പീക്കിംഗ് ദി ട്രൂത്ത് ഇൻ ലവ്, ഉള്ളതുപോലെ പറയുമ്പോൾ സ്നേഹത്തിൽ നമ്മൾ വേണം സത്യം സംസാരിക്കാൻ, ജ്ഞാനത്തോടെ വേണം നമ്മൾ സത്യം സംസാരിക്കാൻ. അതെല്ലാം ശരി തന്നെ. എന്നാൽ നമ്മളൊരു എന്താണ് പറയുന്നത്, പല ഒരു അഭിനയവും ഉള്ളതൊന്നും വിട്ടു പറയാതെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെയുള്ള നമുക്ക് തന്നെ അത് ദൈവം മുമ്പാകെ നമ്മുടെ മനസാക്ഷി കുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം കാണിച്ചു തരുമ്പോൾ നമ്മളത് അങ്ങ് മാനസാന്തരപ്പെടുക. കർത്താവേ യഥാർത്ഥത്തിലൊരു ആ കാര്യത്തിലൊരു വിടുതൽ. ഈ 144,000 പേരുടെ കാര്യം പറയുകയാണെങ്കിൽ ഭോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ, അവരുടെ ഉള്ളിൽ കളങ്കമില്ലാത്തതുകൊണ്ട് വായിലും ഈ ഭോഷ്ക്ക് വരാത്തത്. കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 1 പത്രോസ് 2 ആ വാക്യത്തിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് പോവാം. 1 പത്രോസ് 2 അതുപോലെ തന്നെ കർത്താവ് സഭയിൽ ആദ്യമായിട്ട് ജഡ്ജ് ചെയ്ത പാപം ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാപട്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 5 അനന്യ സഫീറയുടെ പാപം. അവര് അവരുടെ സ്ഥലം മൊത്തമായിട്ട് പൈസ കൊടുക്കാത്തതല്ല പാപം, പക്ഷെ കൊടുക്കാതിരുന്നിട്ടും അത് കൊടുത്തവരെ പോലെ അഭിനയിച്ച് അവരുടെ ആ ക്യൂവിൽ ചെന്ന് നിന്ന് പത്രോസിനെ പറ്റിക്കാമെന്ന് വിചാരിച്ചതാണ്. ദൈവം അവര് വാ തുറക്കാതെ തന്നെ അവർ പരിശുദ്ധാത്മാവിനെതിരെ കള്ളം പറഞ്ഞത് എന്തെന്നാണ് നമ്മൾ 1 പത്രോസിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവൃത്തികൾ 5 പോവുകയാണെങ്കിൽ അവിടെ ആദിമസഭയിൽ ദൈവം ആദ്യമായിട്ട് ന്യായം വിധിച്ച പാപം ആ ഒരു കാപട്യം, വ്യാജമാണ്, അല്ലെങ്കിൽ ഹിപ്പോക്രസിയാണ്. അപ്പോസ്തല 5:3 വാക്യം, അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ടു ലൈറ്റ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ എന്നൊക്കെ വേണം. അവനെ വാന്ന് തുറക്കാതെ തന്നെ വ്യാജം പറഞ്ഞത്. ലൈറ്റ് ടു ദ ഹോളി സ്പിരിറ്റ് നമ്മൾ വാ തുറക്കാതെ തന്നെ. യു ഹാവ് നോട്ട് ലൈറ്റ് ടു മെൻ ബട്ട് ടു ഗോഡ്, ദൈവത്തോടാണ് നീ കള്ളം പറഞ്ഞ 4 വാക്യത്തിൽ. മനുഷ്യരോടല്ല, 4 വാക്യത്തിൻ്റെ അവസാനം അപ്പോസ്തല പ്രവൃത്തികൾ 5:4, മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവത്തിന് ന്യായവിധി ഉണ്ടായ കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സഫീറോട് അതേ കാര്യം തന്നെ പറയുന്നു. 9 വാക്യം, പത്രോസ് അവളോട് കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? അപ്പോൾ രണ്ടുപേരും കൂടെ ഒത്തുകൊണ്ടാണ് കാര്യം നടത്തിയെന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. സോ ആ ഒരു ദൈവം ഇന്നും അതുപോലെ ന്യായം വിധിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ
എന്താണ് പറയുന്നത്, ഇന്നും അതുപോലെ ന്യായീകരിക്കാൻ തുടങ്ങിയാൽ സാക്ബറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നും ദൈവം അതുപോലെ ന്യായീകരിക്കാൻ തുടങ്ങിയ പിന്നെ സഭകളിലൊന്നും ആരും കാണത്തില്ലെന്ന് പറയുന്ന രീതിയിൽ ഉള്ള അവസ്ഥ വരുമെന്നാണോ? പിന്നെ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തുടക്കത്തിൽ ദൈവത്തിൻ്റെ ഒരു തീക്ഷ്ണത നമ്മളവിടെ കാണുന്നുണ്ട്. സഭയുടെ തുടക്കത്തിൽ അത് കാണുന്നുണ്ട്. നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ ആഖാനെ ദൈവം ന്യായം വിധിച്ചുകൊണ്ടുള്ള ഒരു ആഖാൻ്റെ കുടുംബം അതുപോലെ അവർ ഒരു കള്ളത്തരം കാണിച്ച് മോഷ്ടിച്ച് ഒളിപ്പിച്ചൊക്കെ വെച്ച കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അത് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ അവിടെയും അവരാദ്യമായിട്ട് കനാൻ ദേശത്തേക്ക് വരുന്നു. അവിടെ അവരുടെ ആ ഒരു കനാന്യ വാസത്തിൻ്റെ തുടക്കത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത സ്റ്റാൻഡേർഡ് അവിടെ കാണിക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ സഭയുടെ തുടക്കത്തിലും അനന്യാസിനോട് സഭയോടും പിന്നെ 1 പത്രോസിലേക്ക് പോകുമ്പം കർത്താവിൻ്റെ കാൽച്ചുവടുകൾ നമുക്ക് അവിടെ കാണാമല്ലോ. നമുക്ക് ഞാൻ തന്നെ ആ സത്യം എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മളിപ്പോൾ ആ വാക്യം വെളിപാട് 14 വായിച്ചു. ഞാൻ തന്നെ സത്യം. യോഹന്നാൻ 14 5-ാമത്തെ വാക്യം, ഐ ആം ദ ട്രൂത്ത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. കർത്താവ് സത്യമാണെന്ന് പറയുമ്പോൾ ആ അലൈത്യ എന്നുള്ള ഗ്രീക്ക് വാക്ക് യാഥാർത്ഥ്യം എന്നും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദമാണ്. അവിടെ 1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചിലപ്പം പല സമ്മർദ്ദങ്ങളുമൊക്കെ വരുമ്പം നമുക്ക് ചെറിയൊരു കള്ളം പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഇടയിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെ സാക്ഷി എന്താ, ഇന്ന ആളോട് ചോദിച്ചാൽ സത്യം മനസ്സിലാക്കാനൊക്കെ എന്ന് പറയുക. ചില എന്തെങ്കിലുമൊക്കെ കൂട്ടുകാരെല്ലാം കൂടെ ഒത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തിൽ ഒപ്പിച്ച് ചിലരെ പറ്റിക്കാൻ നോക്കുമ്പോൾ ഇന്ന ആളോട് ചോദിച്ചാൽ സത്യം പുറത്ത് പറയും. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഒരു സത്യം പറയുന്ന ഒരാളായിട്ട് ഉള്ളൊരു സാക്ഷ്യം നമുക്കുണ്ടോ? 1 പത്രോസ് 2-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ 21 വായിക്കുവാണെങ്കിൽ, അതിനായിട്ടല്ലോ നന്മ ചെയ്തിട്ട് 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നന്മ ചെയ്തിട്ട് ചിലപ്പം ചില കഷ്ടങ്ങൾ, ചില ഒത്തുവാക്കോ പ്രയാസമൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും. അതിനായിട്ട് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ, യേശുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാനുള്ള വലിയൊരു സൗഭാഗ്യം. കർത്താവ് സർവ്വത്തെ സൃഷ്ടിച്ചവനായ കർത്താവ് ഈ ഭൂമിയിൽ ഒരു കാൽച്ചുവട് ശേഷിപ്പിച്ചിട്ട് പോയേക്കും. അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക, ഒരു പാറ്റേൺ, ഒരു എക്സാമ്പിൾ. കർത്താവ് രക്ഷകൻ മാത്രമാണ്, മാതൃകയല്ല എന്നൊക്കെ പറയുന്ന ക്രിസ്തീയം എന്ന് പറയുന്ന പ്രസംഗകരൊക്കെ ഇന്നും ക്രിസ്തീയം എന്ന് പറയുന്ന ലോകത്തുണ്ട്. കർത്താവിനെ പിൻപറ്റാനൊക്കത്തില്ല. കർത്താവ് നമ്മുടെ രക്ഷകൻ മാത്രമാണ്, കർത്താവിനെ പോലെ നമുക്ക് ജീവിക്കാനൊന്നും ഒക്കത്തില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ക്രിസ്തീയം എന്ന പേരുള്ള പ്രസംഗകരൊക്കെ ഉണ്ട് ഇന്ന് ലോകത്ത്. സാങ്ക്ബറിനൊക്കെ എതിരെയൊക്കെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയ കാര്യമൊക്കെ ചില മലയാളി പ്രസംഗകരെ കുറിച്ചൊക്കെ തന്നെ കണ്ടിട്ടുമുണ്ട്. അപ്പം എന്നാൽ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നത് യേശു ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു നമുക്ക് പിന്തുടരാൻ വേണ്ടി. ഒരു മാതൃക. അത് കഴിഞ്ഞിട്ട് പറയാം, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒട്ടും ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ വായിൽ എന്തില്ലായിരുന്നു? നോർ വാസ് ഇൻ എ ഡിസീറ്റ് ഫൗണ്ട് ഇൻ ഹിസ് മൗത്ത്. യേശുവിൻ്റെ വായ്, കർത്താവിൻ്റെ ആധരങ്ങൾ, അത് ആത്മാവിൽ നിന്ന് സത്യം മാത്രമേ വന്നുള്ളൂ. കർത്താവിൻ്റെ ജഡം എപ്പോഴും ജഡത്തില ഈ ഇതുപോലുള്ള കാര്യങ്ങളിലേക്കുള്ള നമ്മളുടെ ജഡം എന്ന് പറയുമ്പോൾ അവിടെ കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ ആ കാര്യങ്ങൾ, അതിൻ്റെ മോഹങ്ങളാണ് നമ്മുടെ ജഡത്തിലുള്ളത്. കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിൻ്റെ പ്രതാപം ലോകത്തിലുള്ളതെന്ന് നമ്മൾ 1 യോഹന്നാൻ 2:16 വായിക്കുന്നുണ്ട്. ആ കൺമോഹത്തിൻ്റെയും ജഡമോഹത്തിൻ്റെയും ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെയും ലസ്റ്റുകൾ, മോഹങ്ങളാണ് നമ്മളുടെ ഒരു നന്മയില്ലാത്ത ജഡമാകുന്ന തിരശ്ശീലയിലുള്ളത്. കർത്താവിൻ്റെ ജഡത്തിലും ഒരു സ്വന്തം ഇഷ്ടം, പിതാവിൽ നിന്ന് വേറിട്ടതായിട്ടുള്ളൊരു സ്വന്തം ഇഷ്ടം കർത്താവിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:18, 5:30, മത്തായി 26:39 ഒക്കെ നമ്മളതാ വായിക്കുന്നത്. എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ്. അപ്പം ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, നമുക്ക് തടിവെപ്പാൻ വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പായിട്ടൊരു ആത്മീയാഭിനയം കാണിക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു ഭക്തിയുടെ വേഷം കെട്ടാം. അപ്പം അവിടെ ഉള്ളത് അങ്ങ് ഉള്ളതുപോലെ പറയാൻ തക്കവണ്ണം, ഒരു വായിൽ വഞ്ചനയില്ലാതെ വേണം കർത്താവിൻ്റെ ആ ജഡം സ്വന്തം ഇഷ്ടം എപ്പോഴും പിതാവിൻ്റെ മുമ്പാകെ സമർപ്പിതമായിരുന്നു. കർത്താവിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് അളവില്ലാതെ ഒന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആ പെരുവെള്ളത്തിന് ഇരിച്ചിൽ പോലെ, കാഹളധ്വനി പോലെ സ്നേഹത്തോടെ, കൃപയോടെ, സത്യത്തോടെ കർത്താവ് സത്യം മാത്രമേ പ്രസ്താവിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളതെല്ലാം അങ്ങ് തുറന്ന് ചിലപ്പം സത്യം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എന്നാൽ ജ്ഞാനത്തോടെ നമ്മൾ സത്യം പറയണ്ടേ എന്ന് പറഞ്ഞാൽ, ഇപ്പം
ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളുടെ ATM പിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ചില കാര്യങ്ങൾ അറിയരുതാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ, അറിയേണ്ട ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും എല്ലാം ചെന്ന് പറയണം എന്നുള്ള കാര്യമല്ല. അവിടെ ഒരു മൂഢത്തരത്തിൻ്റെ, ഒരു പോഷത്തരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. അതൊരു വേറൊരു എക്സ്ട്രീമിലോട്ട് പോയി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നല്ല. എന്നാൽ ജ്ഞാനത്തോട് നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊരു സത്യസന്ധത, ഒരു കാപട്യമില്ലാതെ. നഥാനിയേലിനെ കുറിച്ചും ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, യാക്കോബ് യാക്കോബാണ് ഇസ്രയേലായി മാറിയത്. ആ ഇസ്രയേലിൻ്റെ പിൻതലമുറക്കാരായിട്ടാണ് യഹൂദന്മാരെല്ലാം വന്നത്. അപ്പോൾ യാക്കോബ് എന്നുള്ള വാക്കിനർത്ഥം തന്നെ ഡിസീവർ, വഞ്ചകൻ എന്നുള്ളവരായിരുന്നു. യാക്കോബ് അങ്ങനെയുള്ളവരായിരുന്നു. എന്നാൽ യാക്കോബിനെ ദൈവം ഇസ്രയേലാക്കി മാറ്റി. ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ. അവിടെ യോഹന്നാൻ 1-ാം അധ്യായത്തിന് അവസാനം യാക്കോബ് കാണുന്ന ആ ദർശനത്തിലെ സ്വർഗത്തിലേക്കുള്ള, സ്വർഗത്തെയും ഭൂമിയും കണക്ട് ചെയ്യുന്ന ഏണിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് താഴോട്ടും മുകളിലോട്ട് പോകുന്ന ഏണിയാണ് താനെന്നുള്ള കാര്യമൊക്കെ കർത്താവ് അവിടെ പറയുന്ന രംഗത്തിൽ കർത്താവ് പറയുകയാണ്, ഇവനാണ് സാക്ഷാൽ ഇസ്രയേൽ, ഇവരിൽ യാതൊരു കാപട്യവും ഇല്ല. നമുക്ക് ആ വാക്യം എല്ലാവർക്കും പരിചിതമായിരിക്കും. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ കമാൻസി 47-ാമത്തെ വാക്യം. വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനിയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ, ട്രൂ ഇസ്രയേൽ. കബഡിയുള്ള ഒത്തിരി ഇസ്രയേലുകാരായിരുന്നു അന്ന് പരീശന്മാർ. എന്നാൽ സാക്ഷാൽ ഇസ്രയേലിയൻ ഇവിടെ വന്നിരിക്കുന്നു, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നസ്രയത്തിൽ നിന്ന്, കർത്താവിൻ്റെ പട്ടണത്തെക്കുറിച്ച്, ഇപ്പോൾ നമ്മളുടെ ജന്മദേശത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടിക്കുമോ? എൻ്റെ നാടിനെക്കുറിച്ച് അവർ പറഞ്ഞ വാക്ക് കേട്ടില്ലേ? അപ്പോൾ കർത്താവിൻ്റെ നാടിനെക്കുറിച്ച് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് അതിൻ്റെ തൊട്ട് മുമ്പേ അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ ദേശത്തെക്കുറിച്ച്, എൻ്റെ സ്വന്തം ദേശത്തെക്കുറിച്ച് അവൻ റേസിസ്റ്റ് റിമാർക്സ് പറഞ്ഞു എന്നൊന്നും കർത്താവ് പറയാൻ പോയില്ല. ഇവനുള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയുന്നുണ്ട്. ഇവന് യാതൊരു കാപട്യവും ഇല്ല എന്ന് പറയുന്ന ഒരു കർത്താവിന് നമ്മളെക്കുറിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ് തരാനൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എത്ര വലിയൊരു സർട്ടിഫിക്കറ്റാണ്. ഇവന് യാതൊരു കാപട്യവും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും വലിയ വിശുദ്ധനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് നമുക്ക് ഉള്ള എന്തോ ഒരു അഭിനയമോ കാപട്യമൊന്നും ഇല്ലാത്തൊരവസ്ഥ. നമ്മുടെ ഉവ്, എസ് എന്ന് പറഞ്ഞാൽ ഒരു എസ്, നമ്മൾ യാക്കോബ് 5-ാം അധ്യായത്തിലെ വാക്യം നമ്മളിപ്പം അന്തിമവിജയം പുസ്തകത്തിൽ നമ്മൾ ആ വാക്യത്തിൻ്റെ അത് നമ്മൾ വായിച്ചു. അവരുടെ ഉവ് എപ്പോഴും ഉവായിരിക്കും. കർത്താവ് തന്നെ നിങ്ങൾ ഉവ് അല്ല എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. യാക്കോബിൻ്റെ ലേഖനം പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. അതിൻ്റെ 5-ാം അധ്യായത്തിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ SBS എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് എത്രാമത്തെ വാക്യമാണെന്ന് ചോദിച്ചാൽ 12-ാമത്തെ വാക്യം. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയും ഭൂമിയോ മറ്റേ യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. നമ്മൾ സ്വർഗത്തെയും ഭൂമിയും ചൊല്ലി യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം, അതുകൊണ്ട് പിന്നെ ആണയിടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത്. യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങളുടെ ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. നമ്മളൊരു കാര്യം അതാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, അല്ലാതെ നമ്മളുടെ വാക്കിനൊരു വിലയുള്ളവരായിട്ട് ആയിരിക്കാൻ തക്കവണ്ണം. നമ്മൾ മത്തായി 5:34-35 ഗിരിപ്രഭാഷണത്തിലും കർത്താവ് സിമിലർ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മത്തായി 5:34-35 എന്താ കർത്താവ് പറയുന്നത്? അവിടെ പഴയ നിയമത്തിലാണെങ്കിൽ 33 കള്ളസത്യം ചെയ്യരുതെന്നുള്ളതേ ഉള്ളായിരുന്നു. പഴയ നിയമത്തിൽ 10 കൽപ്പനയിൽ ഒരു കൽപ്പന കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് ആരോട് ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെ ഉള്ളായിരുന്നെങ്കിൽ കള്ളസത്യം ചെയ്തതെന്നേ ഉള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എന്താ? ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. അത് കഴിഞ്ഞിട്ട് പറയുക, നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു രോമവും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ ഒന്നും നിനക്ക് കഴിവൊന്നുമില്ല. 37-ാമത്തെ വാക്യം, നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ, അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നമ്മുടെ നമ്മളുടെ ആ വാക്ക് സത്യമായിട്ട് പറയുന്ന വാക്കുകൾ ശരിയാണ്. നമ്മളെന്തെങ്കിലും
യുനോ പറഞ്ഞത് അത്ര ആക്യുറേറ്റ് ആയില്ലെന്ന് തോന്നുവാണെങ്കിൽ ചില സഹോദരന്മാർ ചിലപ്പോൾ എന്നെ വിളിച്ച് ചിലപ്പോൾ ക്ഷമ പറയുകയും വേറെ ഞാൻ അന്ന് പറഞ്ഞത് അത്ര ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. അവർ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, പക്ഷേ ശരിക്കും അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്ന്. അത് അവരുടെ ആ ഒരു സത്യസന്ധത ശരിയാണ്. ആ ഒരു പറയുന്നതിൻ്റെ ഒഴുക്കത്തിൽ ചിലപ്പം നമ്മളങ്ങ് പറഞ്ഞു പോകുമായിരിക്കും, പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്ന് അത് മനസാക്ഷി കുത്തു വരുമ്പോൾ പെട്ടെന്ന് അതങ്ങ് തിരുത്തി ഞാനത് പറഞ്ഞത് അത്ര പൂർണ്ണമായിട്ടും കറക്റ്റല്ല, കുറച്ചൊരു അതിനകത്തൊരു വ്യാജത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു, ഒരു ഹാഫ് ട്രൂത്ത് ആയിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ അങ്ങനെ ഒരു കർത്താവ് വരുമ്പോൾ നമുക്ക് ഒരു മനസാക്ഷിക്കുത്തില്ലാതെ നമ്മളുടെ വായിൽ എന്തെങ്കിലും ബോഷ്കിൻ്റെയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത് നമുക്ക് കഴുകി കളയാനുള്ള സമയം. ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും മലിനതകളെല്ലാം കഴുകി വിശുദ്ധത തികയ്ക്കണമെന്നാണ് 2 കൊരിന്ത്യർ 7:1 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. പിന്നെ മത്തായി 12:37 നമ്മളിപ്പോൾ വായിച്ചു. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുകയോ വിധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എസ്പെഷ്യലി പുതിയ നിയമത്തിൽ പറയുന്ന ഇമ്പോർട്ടൻസ്, നമ്മൾ സദൃശവാക്യത്തിൽ, പഴയ നിയമത്തിലെ സദൃശവാക്യത്തിൽ ഒരുപാട് വാക്യങ്ങൾ ഈ ഒരു വാക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പഴയ നിയമ പുസ്തകമായിട്ട് സദൃശവാക്യങ്ങളെന്ന് സാങ്ക്ലിയർ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് പെന്തക്കോസ്ത് നാളിൽ തന്നെ അവിടെ അഗ്നി നാവുകളാണ് നമ്മൾ കാണുന്നത്. അഗ്നി കൈകളോ അഗ്നി കാലുകളോ അഗ്നി കണ്ണുകളോ ഒന്നുമല്ല അവിടെ പ്രത്യക്ഷപ്പെടുന്നത്, അഗ്നി നാവുകളായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ആവസിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുന്നതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണം, പരിശുദ്ധാത്മ നിറയുന്നതിൻ്റെ ഒരു അടയാളം നമുക്കറിയാം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു, റോമർ 5:5. പിന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ള ശക്തി ലഭിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 1:8. എന്നാൽ അതോടൊപ്പം തന്നെ എന്താ വരുന്നത്, ആ ഒരു അഗ്നിനാവ്, അതായത് അവിടെ കാപട്യമില്ലാതെ കള്ളമെല്ലാം ഇരിച്ചു കളയുന്ന കാപട്യമില്ലാത്തൊരു നാവ്, ആ ഒരു നാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഈവൻ കുഞ്ഞുങ്ങൾക്കാവട്ടെ നമ്മളുടെ ഇടപാടുകളിലാവട്ടെ ഒക്കെ ആ കാര്യങ്ങളിൽ കള്ളം പറയുന്നത് വളരെ നമ്മളെ സാങ്ക്ലിയർ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. വേറെ കുഞ്ഞുങ്ങളെ, ബ്രദറിൻ്റെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന പ്രായത്തിൽ 2 കാര്യത്തിന് അവർക്ക് മെയിനായിട്ട് ശിക്ഷ കൊടുത്തിട്ടുണ്ടിരുന്നത്. വളരെ കറക്ഷൻ സ്ട്രിക്റ്റായിട്ട് ബ്രദർ പറഞ്ഞു. ഒന്ന് അനുസരണക്കേട്, വേറൊന്ന് കള്ളം പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ ശീലിക്കത്തില്ല, പക്ഷേ നീ ഉള്ളതുപോലെ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും എടുത്ത് പൊട്ടിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റേ അടിയുണ്ടാക്കി, ഉള്ളതുപോലെ സത്യമായിട്ട് പറഞ്ഞു. കള്ളം പറഞ്ഞാൽ അടിയുണ്ട്, സത്യം പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു സത്യത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊച്ചുനാൾ മുതലേ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് വളർത്തുകയാണെങ്കിൽ പിന്നെ നമുക്ക് കള്ളം പറയാനായിരിക്കും കൂടുതൽ പാട്. നമ്മൾ അവിശ്വാസികളായിരുന്ന സമയത്ത് കള്ളം പറയുന്നത് വളരെ നൈസർഗികമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കള്ളം പറയുന്നത് കൂടുതൽ പാടായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു കള്ളം വന്നാൽ പെട്ടെന്ന് തന്നെ മനസാക്ഷിക്കൊത്ത് വന്ന് നമ്മൾക്ക് തിരുത്താനായിട്ട് നോക്കാം. അപ്പം ആ ഒരു 140,000 പേരുടെ അതുപോലെ പോഷ്ക്ക് ഇല്ലാത്ത ആൾക്കാർ, കളങ്കമില്ലാത്തവരായിട്ട്, ബ്ലെയിംലെസ്, കളങ്കമില്ലാത്തവർ, ദൈവമുമ്പാകെ ഒരു നിർമ്മല മനസാക്ഷിയോടെ കർത്താവിനെ പോലെ കളങ്കമില്ലാത്തവരായിട്ട്, നിഷ്കളങ്കരായിട്ട്, ബ്ലെയിംലെസ് ആയിട്ട്. നമ്മൾ ബ്ലെയിംലെസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നോക്കുമ്പോഴും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ വണ്ണം ഉള്ള ഒരു ക്ലീൻ റെക്കോർഡ്. ദാനിയലിൻ്റെ ആ വാക്യം കൂടെ എടുത്തുകൊണ്ട് ഞാനങ്ങ് നിർത്താം, അല്ലെങ്കിൽ പിന്നെ 8 മണി കഴിഞ്ഞാൽ. ദാനിയൽ 6:4 ദാനിയലിനെ കുറിച്ച് പറയുന്നത് എന്താ സാക്ഷ്യം? അവനിൽ വേറെ ഒന്നുമില്ല, ഒന്നും കുറവൊന്നും പറയാനില്ലായിരുന്നു. ആകെപ്പാടെ അവർക്ക് അവിശ്വാസികൾക്ക് പറയാനുള്ള ഒരു കുറവെന്ന് പറഞ്ഞാൽ ഇവൻ ദൈവത്തെ മാത്രമേ, യഹോവയെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, അതേ ഉള്ളൂ ഇവനിലുള്ള ഒരു കുറവ്. ബാക്കി തൻ്റെ ജോലിയുടെ കാര്യത്തിലോ ഒന്നും ഒരു കറപ്ഷൻ, നെഗ്ലിജൻസോ ഒന്നും ഇല്ലായിരുന്നു. അതാ ദാനിയൽ 6:4 ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ, എന്തെങ്കിലും ബാഡ് റിമാർക്സ് ഉണ്ടോ എന്ന കാരണം കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അതെ, ഒരു തെറ്റും കുറ്റവും. ആ തെറ്റും കുറ്റവും എന്നുള്ളത് ഇംഗ്ലീഷിൽ നോ നെഗ്ലിജൻസ് ഓർ കറപ്ഷൻ. ഒരു കറപ്ഷൻ, അങ്ങനെയൊക്കെയുള്ള അഴിമതി, എന്തിനു പറഞ്ഞേ, ഈ ബ്രൈബ്, അതുപോലെ തന്നെ കൈക്കൂലി, അങ്ങനെയൊക്കെയുള്ള തെറ്റ്, കുറ്റം, അങ്ങനെയൊക്കെയുള്ള കാര്യമൊന്നും കണ്ടെത്തിയില്ല. എന്നിട്ട് അവർ പറയും, അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിൻ്റെ നേരെ 5-ാമത്തെ വാക്യം, അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ആ കാര്യങ്ങളിലുള്ള കാര്യമേ ഇവന് എന്തെങ്കിലും കുറവെന്ന് പറയാനുള്ളൂ. ചില ബാക്കി എല്ലാം പക്ക എന്നുള്ള പറയത്തൊക്കെ വേണം. ബ്ലെയിംലെസ് ആയിരുന്നു.
അപ്പം അങ്ങനെ ഒരു സാക്ഷ്യം കർത്താവേ എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ, നമ്മളുടെ ഇടപാടുകളിലാവട്ടെ, ആ ഒരു സത്യസന്ധത, വിശ്വസ്തത, നമ്മളുടെ ടാക്സ് റിട്ടേണോ, ഇനിയിപ്പോൾ ടാക്സ് റിട്ടേണിൻ്റെയൊക്കെ സമയം വരുമോ ജൂലൈ ആകുമ്പോഴത്തേക്ക്, അപ്പോൾ ടാക്സ് റിട്ടേണോ ബാക്കി വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ ആകുമ്പോഴൊരു കള്ളത്തരോ കാപട്യമോ ഇല്ലാതെ എല്ലാം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് കാണപ്പെടുവാൻ, നമ്മൾ ഭൂമിയിൽ ചെറിയൊരു ലാഭത്തിന് വേണ്ടി നമ്മളുടെ പ്രാണനെ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവിനെ നോക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് വഴിയും സത്യവും ജീവനുമായിട്ട് ഞങ്ങളുടെ മുമ്പേ പോയതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ ജീവനുള്ള പുതുവഴി ഞങ്ങൾക്കും തുറന്നിട്ടിരിക്കുന്നുവല്ലോ കർത്താവേ. അതേ കർത്താവേ, ആ പുതിയ പാട്ട് എപ്പോഴും പാടുവാൻ തക്കവണ്ണം ജീവനുള്ള പുതുവഴിയിൽ എപ്പോഴും ഒരു പുതിയ പാട്ടുണ്ട്. അവിടെ ഹൃദയത്തിലൊരു കീർത്തനവും സങ്കീർത്തനവും ഉണ്ട്. അങ്ങേക്കായിട്ടൊരു പാട്ടുണ്ട്, അങ്ങേക്കായിട്ടൊരു പുതുക്കമുണ്ട്. പുതുക്കത്തിൻ്റെ കർത്താവേ, ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ ശബ്ദമായി തീരുവാൻ, അവിടുത്തെ വായായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ കർത്താവേ. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, ഞങ്ങളുടെ അയൽവക്കത്ത്, ഞങ്ങളുടെ പാടത്തും പറമ്പത്തും, ഞങ്ങളുടെ ഓഫീസിലും ഫാക്ടറിയിലും ഹോസ്പിറ്റലിലും എവിടെയൊക്കെ ഞങ്ങളായിരിക്കുന്നു, സഭയിലും എല്ലായിടത്തും ദേശത്ത് കർത്താവേ, അവിടുത്തെ മൗത്ത് പീസ് ആയിരിക്കുവാൻ, അവിടുത്തെ വക്താവായിരിക്കുവാൻ, അവിടുത്തേക്ക് പറയാനുള്ള വായാകുവാൻ ഞങ്ങളെ സഹായിക്കണം. അതുപോലെ കർത്താവേ, അവിടുത്തെ വായിൽ വഞ്ചനയില്ലായിരുന്നു, കാപട്യമില്ലായിരുന്നു കർത്താവേ. ഞങ്ങളുടെ ജഡത്തിൽ അതേ ഉള്ളൂ എന്ന ആ ജഡത്തെ എപ്പോഴും ക്രൂശിൽ വെച്ച് ആത്മാവിൽ നിന്ന് സ്നേഹത്തിൽ സത്യം സംസാരിക്കുവാൻ, ജ്ഞാനത്തോടെ, സ്നേഹത്തോടെ, കൃപയോടെ കർത്താവേ, ലാവണ്യവാക്കുകളെ പറയുവാൻ ഞങ്ങളെയും അങ്ങേപ്പോലെ ഞങ്ങളെ അങ്ങ് സഹായിക്കണം. പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞങ്ങളും അവിടുത്തെ ചോട്ടാനിയന്മാരും അനിയത്തിമാരുമാണല്ലോ കർത്താവേ. ഞങ്ങളെ അങ്ങ് സഹായിച്ചാട്ടെ. ജീവിതത്തിൻ്റെ പല സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിലൊക്കെ കർത്താവേ, അവിടത്തേക്ക് വേണ്ടി സത്യസന്ധമായിട്ടുള്ളൊരു നിലപാടെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും മേഖലയിൽ കർത്താവെ ഞങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് അത് കാണിച്ചു തരണം, മനസ്സാന്തരപ്പെടുവാൻ സഹായിക്കണം. എല്ലാത്തിലും അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങളെല്ലാവരും ഉത്സാഹിപ്പിച്ചാട്ടെ. ഞങ്ങളെല്ലാവരും കുറവുള്ളവരാണ് കർത്താവെ. അവിടുത്തെ പൂർണ്ണതയിലേക്ക് ആയുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണം. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.